അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നൊരു ചോദ്യം ഉസ്താദേ. കഴിഞ്ഞ ക്ലാസ്സിലുള്ള ചോദ്യമാണ്. അയാൾ ക്ലാസ് നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ് ശ്രദ്ധിക്കാറുള്ളത്, അതുകൊണ്ടാണ് ആ വിഷയത്തിലെ ചോദ്യം വന്നത്. ചോദ്യം: ജനാബത്ത് ഉയർത്തുമ്പോൾ ചെറിയ അശുദ്ധിയും ഉയരും എന്ന് ക്ലാസ്സിൽ പറഞ്ഞുവല്ലോ. എന്നാൽ കുളിക്കുന്നതിന് സമയത്ത് വുളു മുറിയുന്ന സ്ഥലങ്ങൾ കൈകൊണ്ട് കഴുകുകയും മറ്റും ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ വുളു കുളിക്കിടയിൽ തന്നെ മുറിയില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ വിഷയങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ ശരിക്ക് കുളിക്കുന്നതിന്റെ മുമ്പായി ശരീരത്തിലുള്ള നജസ്സുകളും മാലിന്യങ്ങളും കഴുകലും ഒരു വുളു ചെയ്യലും ഒക്കെ സുന്നത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗുഹ്യഭാഗങ്ങളൊക്കെ കുളിയുടെ മുമ്പ് തന്നെ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ കുളിക്കുന്ന സമയത്ത് നിയ്യത്തോടു കൂടിയാണല്ലോ കുളി തുടങ്ങുന്നത്. നിയ്യത്ത് മുതൽക്ക് കുളി തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ മറയില്ലാതെ മുങ്കയ്യന്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടാതിരിക്കാൻ സൂക്ഷിച്ച് അങ്ങനെ വുളു മുറിയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നാൽ ആ കുളി മതി, വേറെ വുളു വേണ്ടതില്ല. എന്നാൽ ശരീരം നിയ്യത്ത് ചെയ്ത് വെള്ളം ഒഴിച്ച് കഴുകുന്ന സമയത്ത് തൊഹൂറായ വെള്ളം ഒരു പ്രാവശ്യം ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ അശുദ്ധി ഉയരും. പിന്നീട് കൈകൊണ്ട് തേക്കുന്ന സമയത്ത് മുങ്കയ്യന്റെ പള്ള കൊണ്ട് മറ കൂടാതെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ വുളു മുറിയും. അങ്ങനത്തെ സാഹചര്യത്തിൽ രണ്ടാമത് വേറെ വുളു ചെയ്യണം. ഇങ്ങനെ വുളു മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കുളിച്ചാൽ മതി എന്നാ പറഞ്ഞത്. അതേസമയത്ത് കുളിക്കിടയിലോ കുളി കഴിഞ്ഞിട്ട് കാരണം ഒരു പ്രാവശ്യം ശരീരത്തിൽ മുഴുവനും വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഫർദ് വീടിയല്ലോ. അതിന്റെ ശേഷം മുങ്കയ്യന്റെ പള്ള മറയില്ലാതെ ഗുഹ്യസ്ഥാനത്ത് തൊടുകയോ അതല്ലെങ്കിൽ കീവായി പോവുകയോ തുടങ്ങിയ വുളു മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ കുളിച്ചാൽ മതിയാവില്ല, വുളു വേറെ ചെയ്യണം. അങ്ങനെ വുളു മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ കുളി മതി എന്നാ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്നാലും അദ്ദേഹം അത് കേട്ടിട്ടില്ല എന്നറിയുമ്പോൾ ഇപ്പം അതുപോലെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൾ കൂടി പരപ്പെട്ടോട്ടെ എന്നുള്ളവർക്ക് പറഞ്ഞതാ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദേ, ഞാൻ ഒരു PML വന്നൊരു ചോദ്യമുണ്ട്. ഒരു ദുആവസ്യത്തിന് ഒക്കെ കൂടെ മൈക്കെടുത്താണ്. എൻ്റെ ഭാര്യ 6 മാസം പൂർത്തിയായി, 7 മാസം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് എന്നെ പ്രസവിച്ചു. ഇപ്പൊ കുട്ടിയുടെ സ്ഥിതി ലേശം മോശപ്പെട്ട ഒരവസ്ഥയിലാണെന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകം ദുആ ചെയ്യണം. പിന്നെ കൂട്ടത്തില് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നമ്മുടെ ഛർദിച്ചതൊക്കെ മൂത്രം വൃത്തിയാക്കും പോലെ ആണോ പിന്നെ വൃത്തിയാക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം. അത് ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കൂട്ടത്തിൽ തന്നെ ഒരു ചോദ്യം കൂടെ അതിലുണ്ട്. ഉണങ്ങിയതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണോ വേണ്ടത്, അതല്ലെങ്കിൽ തന്നെ വെള്ളം ഒഴിച്ച് കഴുകുന്ന സമയത്ത് പിന്നെ ആ വെള്ളം അവിടെ വന്ന് ഉണങ്ങിയാല് ആ വെള്ളം മുത്തനജിസായ വെള്ളത്തിന്റെ ഗണത്തിൽ പെടുമോ എന്നുള്ള ഒരു ചോദ്യം കൂടെയാണ് ഉസ്താദ് കൂട്ടത്തിൽ. ഉസ്താദ്, ഞാൻ പറഞ്ഞ വിഷയത്തിലും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണമെന്നും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഛർദിച്ചതിന് തടിയുള്ള നജസ, മൂത്രത്തിനേക്കാളും കുറച്ചുകൂടി കട്ടിയായ തടിയുള്ള നജസായത് കൊണ്ട് ഛർദിച്ചത് ആദ്യം തുടച്ച് കളഞ്ഞ് എന്നിട്ട് ആ സ്ഥലത്ത് വെള്ളം ഒഴിച്ചാൽ മതി. അതേ സമയത്ത് ഛർദി അവിടെ ഉണ്ട്, അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം നജസാവും. അത് മൂത്രമാണെങ്കിലും അങ്ങനെ തന്നെ. മൂത്രം ഒഴിച്ചാൽ മൂത്രത്തിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളമാണ് നജസ കഴിയുക. മൂത്രം ഒരു പക്ഷെ വറ്റണം, അതല്ലെങ്കിൽ അത് തുടച്ച് കളയണം, അല്ലെങ്കിൽ പീഞ്ഞു കളയണം. എന്നിട്ട് അതിന്റെ അസർ അടയാളം മാത്രമുള്ളവർക്കാണ് വെള്ളം ഒഴിക്കേണ്ടത്. എന്നാലേ ശുദ്ധിയാവുള്ളൂ. അത് ഛർദിച്ചോടത്തും അവസ്ഥ തന്നെയാണ്. ഛർദിച്ച തടിയുണ്ടെങ്കിൽ അത് തുടച്ച് നീക്കിക്കളയണം, എന്നിട്ട് ആ സ്ഥലത്ത് വെള്ളം ഒഴിക്കണം. അങ്ങനെ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം ശുദ്ധിയുള്ളതാ, ത്വാഹിറ. സ്ഥലം ശുദ്ധിയാവും ചെയ്യും, ആ വെള്ളം ശുദ്ധിയുള്ള. അതേസമയത്ത് സാധനം തുടച്ച് കളയാതെ ആ ഛർദിച്ചതിന്റെ മുകളിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചാലോ വെള്ളവും ഛർദി ആകെ കൂടിയിട്ട് ഒന്നായിട്ട് നജസാകുകയാണ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഇഷ്കു മദീനയുടെ ഭാര്യ
പ്രസവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യട്ടെ. കുട്ടിയുടെ വളർച്ച, ശാരീരിക വളർച്ച വേണ്ടത്ര പൂർത്തിയായിട്ടില്ല എന്നാ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർണ്ണമായ വളർച്ചയും ആരോഗ്യവും നൽകി ആഫിയത്തും ദീർഘായുസ്സുള്ള ഒരു സാലിഹായ കുട്ടിയായി അല്ലാഹു തആല നൽകുമാറാകട്ടെ. ശറഇന്റെ നിയമപ്രകാരം ഒരു കുട്ടിയുടെ ഔദ്യോഗിക വളർച്ചയ്ക്ക് 6 മാസം മതി. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ശരീരത്തിന്റെ വളർച്ച ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ടാവും. അതിന്റെ ബാക്കി കുറച്ചുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് കൊണ്ട് പൂർണ്ണമായ വളർച്ചയും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല കുടുംബത്തിലും മക്കളിലും ഭാര്യയിലും ഒക്കെ അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആയിക്കോട്ടെ. അസ്സലാമു എനിക്കൊരു സംശയം. സ്ഥലപരിമിതി കാരണം വരന്റെ ഉമ്മരത്ത് ഒരാൾ കക്കൂസിന്റെ ടാങ്ക് വെച്ചു, അത് മൂടുകയും ചെയ്തു. എന്നാൽ ശേഷം അത്യാവശ്യ ഘട്ടത്തിൽ, നിർബന്ധ ഘട്ടത്തിൽ അതിന്മേൽ നിസ്കരിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വിധി എന്താണെന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. കക്കൂസിന്റെ ടാങ്ക് പോലെ അടിയിൽ നജസുള്ള സ്ഥലത്ത് അതിന്റെ മുകളിൽ പായയോ മറ്റോ വിരിച്ച് അതിന്റെ മുകളിൽ നിസ്കരിക്കുന്നത് നിസ്കാരം സഹിയാകും. എങ്കിലും നിസ്കാരത്തിൽ ഈ നജസിനോട് നേരിടലുള്ളത് കൊണ്ട് കറാഹത്ത് വരും. നിസ്കാരം സഹിയാവും, നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കറാഹത്ത് വരും. അത് പണ്ട് നമ്മൾ പറഞ്ഞല്ലോ, മുകളിലോ താഴെയോ മുന്നിലോ പിന്നിലോ ഇടതുവശത്തോ വലതുവശത്തോ ആയിട്ട് നജസിനോട് നേരിട്ടാൽ അത് കറാഹത്ത് വരും. സ്പർശിച്ചാൽ നിസ്കാരം സഹിയാവൂല. ആ വിധി തന്നെയാണ് ഇവിടെ. അടിയിൽ നജസുണ്ട്, അതിനോട് നേരിടുന്നുണ്ട്, പക്ഷേ അതുമായി സ്പർശിക്കുന്നില്ല എന്നതുകൊണ്ട് നിസ്കാരം സഹിയാണ്, പക്ഷേ കറാഹത്താണ്. ഭക്ഷണം കഴിക്കുന്നിടത്ത് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നേരിട്ട് നെല്ലിയെന്താ ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് നിസ്കരിക്കുമ്പോ കറാഹത്തിന്റെ ഒരു പ്രശ്നം വരും, കാരണം ഇതിനോട് നേരിടുന്നു എന്നതുകൊണ്ട്. ഇപ്പോ അവിടെ ഈ നജസ് വൃത്തിയാക്കുമ്പോൾ പറഞ്ഞപ്പോ ബെഡില് കുട്ടി മൂത്രമൊഴിച്ചു. അത് ഈ സ്പോഞ്ചിന്റെ ബെഡാകുമ്പോൾ അതൊന്ന് മൊത്തം അങ്ങോട്ട് പോവല്ലോ, ഉള്ളിലോട്ട് പോയി എവിടെയെന്നുള്ളത് അറിയാൻ പറ്റൂല. അപ്പൊ അതെങ്ങനെ വൃത്തിയാക്കാന്ന് ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ മൈക്ക് വിട്ടു. ബെഡിൽ മൂത്രമൊഴിച്ച് അല്ലാതെ പൂർണ്ണമായി അങ്ങനെ ശുദ്ധീകരണം ചെയ്യാന്ന്. ബെഡിൽ കുട്ടി മൂത്രമൊഴിച്ചു, അതല്ലെങ്കിൽ സോഫയിൽ മൂത്രമൊഴിച്ചു, ഇങ്ങനെയൊക്കെ വന്നാല് നല്ല എളുപ്പമുള്ള വഴി അതിനെ ആ സ്ഥലം ശ്രദ്ധിക്കുക, എന്നിട്ട് ഉണക്കുക. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിന്മേൽ വെള്ളം ഒഴുക്കിയാൽ മതി, അതാ പാർന്നാ മതി, എന്നാൽ തന്നെ ശുദ്ധിയാവും. അതേസമയത്ത് മൂത്രമുള്ള സമയത്ത് തന്നെയാണെങ്കിൽ അതിന്മേലേക്ക് വെള്ളം പാർന്നാ പോരാ. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യം ഉണങ്ങിക്കോട്ടെ, എന്നിട്ട് ഉണങ്ങിയ സ്ഥലത്ത് വെള്ളം നന്നായിട്ട് പാർന്നു കൊടുത്താൽ അത് ശുദ്ധിയാവും, വേറെ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ബെഡിലായാലും അങ്ങനെ തന്നെ, സോഫയിലായാലും ഒക്കെ അങ്ങനെ തന്നെ. അതുപോലത്തെ ഇപ്പോഴത്തെ ഈ കുഷ്യനുള്ള കസാരകള്, അതിലൊക്കെ ആയാലും കുട്ടികളുടെ മൂത്രം സ്പോഞ്ചോ, ഇനി സ്പോഞ്ച് തന്നെ ആയിക്കോളന്നില്ല, ഇനി കോട്ടനായാലും വേണ്ടിയില്ല, അങ്ങനെ സ്പോഞ്ചോ കോട്ടനോ ഒക്കെ ഉള്ള ഇത്തരം ഉപകരണങ്ങളിൽ കുട്ടി മൂത്രമൊഴിച്ചാൽ അത് പീഞ്ഞു കളയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉണക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തടി നീങ്ങി, പിന്നെ ഞാൻ അവിടെ ഉണ്ടാകുക അതിന്റെ അസറ് മാത്രമാണ്. അവിടെ നന്നായി വെള്ളം പാർന്നു കൊടുത്താൽ മാത്രം മതി, എന്നാൽ തന്നെ ശുദ്ധിയാവും. ഒക്കെ പെട്ട് തലയണയായാലും ഒക്കെ അതൊക്കെ പറഞ്ഞ ഇങ്ങനത്തെ ഉള്ളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളത് ഉണക്കിയാൽ മാത്രം മതി. ഉണങ്ങിയിട്ട് പിന്നെ അതിലേക്ക് വെള്ളം പാർന്നു കൊടുത്താൽ തന്നെ ശുദ്ധിയാവും.
ഉസ്താദെ, മറ്റൊരു ചോദ്യം വന്നത്, കുട്ടി ജനിച്ചു കുറച്ചു ദിവസത്തിനു ശേഷം പൊക്കിൽ കൊടി വീഴുന്നത് എന്തു ചെയ്യണം? അത് മറവ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണമോ എന്നുള്ളതാണ് ഉസ്താദ് ചോദ്യം. പിന്നെ ഉമ്മയിൽ നിന്നും വേർപ്പെടുത്തിയതിന് ശേഷമുള്ള ഭാഗം ആണ് എന്നും കൂട്ടത്തിൽ ചേർത്തിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊക്കിൽ കൊടി ഉണങ്ങി വീണാല് ഒന്നും ചെല്ലാനും പറയാനൊന്നുമില്ല. പക്ഷേ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് മനുഷ്യ ശരീരത്തിനൊരു ഹുർമത്തൊരു ബഹുമാനമുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് മണ്ണിൽ ഒരു കുഴിയെടുത്ത് കുഴിച്ചു മൂടണം. അത് സുന്നത്ത. പുറത്തിടൽ ബഹുമാനക്കുറവാണ്, ഹറാമൊന്നുമില്ല, നല്ലതല്ല. അപ്പൊ പ്രത്യേകിച്ച് ചെല്ലാനോ പ്രത്യേകിച്ച് കുളിപ്പിക്കാനോ കഴുകാനോ ഒന്നുമില്ല. അത് കുറച്ചു ഭാഗം കട്ട് ചെയ്തിട്ട് കെട്ടിവെക്കുക ചെയ്യാം. അത് പിന്നെ ക്രമേണ ഉണങ്ങി മുറിഞ്ഞ് വേർപെട്ടു പോരും. ആ വേർപെട്ടു പോരുമ്പം അത് എവിടെയെങ്കിലും മഴുക്കിലേക്ക് വലിച്ചെറിയണ്ട. അവർ മണ്ണിൽ കുറച്ച് മാന്തിയിട്ട് മണ്ണിലിട്ട് മൂടിയാൽ മതി. കാരണം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾക്കൊക്കെ ഒരു ഹുർമത്ത് ബഹുമാനമുണ്ട്. അത് പാലിക്കുക എന്നുള്ളവർക്ക് മറമാടിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അസ്സലാമു അലൈക്കും. ജനാബത്ത് കുളിക്കല് ബക്കറ്റിൽ നിന്ന് കോരിയെടുത്തിട്ടാണ് ഒരാൾ കുളിക്കുന്നത് സങ്കല്പിക്കുക. ആ വെള്ളം, കുളിച്ച വെള്ളം ബക്കറ്റിലേക്ക് തന്നെ ചാടി. അപ്പോൾ ഉപയോഗിക്കാത്ത മറ്റു ഭാഗങ്ങൾ ഈ വെള്ളം കൊണ്ട് ഉപയോഗിക്കാമോ? അതായത് ഇത് മുസ്തഅമലായോ? ഞാൻ മൈക്ക് വെക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മുസ്തഅമലായ എന്ന വിധി വരണമെങ്കിൽ ഈ ബക്കറ്റിലുള്ള വെള്ളത്തിലേക്ക് തെറിച്ച ഈ ഉപയോഗിച്ച വെള്ളം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ബക്കറ്റിലുള്ള വെള്ളം മുസ്തഅമലാവും. കുറച്ചേ ഉള്ളെങ്കിൽ മുസ്തഅമലാവൂല. അതിന്റെ കണക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും ബക്കറ്റിലേക്ക് തെറിച്ച വെള്ളം ഒരു മിതമായ നിറമുള്ളതോ അങ്ങനെയുള്ള വാസനയുള്ളതോ രുചിയുള്ളതോ ആയ ഒരു വസ്തുവാണെന്ന് നമ്മൾ സങ്കൽപ്പിച്ചാൽ, കടുത്ത നിറമല്ല, കടുത്ത വാസനയും കടുത്ത രുചിയുമല്ല, വളരെ നേർത്തതുമല്ല, ഒരു മിതമായ തരത്തിലുള്ള നിറം, മണം, രുചി എന്നിവയുള്ള ഒരു വസ്തു, ഇത്രയും അളവ് ഈ ബക്കറ്റിലേക്ക് ആയാൽ അതിന്റെ നിറം അല്ലെങ്കിൽ മണം അല്ലെങ്കിൽ രുചി മാറാൻ മാത്രം നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ബക്കറ്റിലേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മുസ്തഅമലാണ്. ബാക്കിയുള്ള സ്ഥലത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂല. അത്രയുമില്ല, ഇതുകൊണ്ട് ഈ ബക്കറ്റിലുള്ള വെള്ളം നിറം മാറാൻ മാത്രം തെറിച്ചിട്ടില്ല, അല്ലെങ്കിൽ രുചി മാറാൻ മാത്രം തെറിച്ചിട്ടില്ല, അല്ലെങ്കിൽ വാസന മാറാൻ മാത്രം തെറിച്ചിട്ടില്ല എങ്കിൽ വെള്ളം മുസ്തഅമലാവുകയും ഇല്ല. ഇത് സാങ്കല്പിക. അതിന് ഹുക്മിയായ തഗയ്യുർ എന്നാണ് അതിന് പറയാം. ഹുക്മിയായ തഗയ്യുർ എന്നാൽ പകർച്ച നമുക്ക് കാണൂല. കാരണം എന്താ, അത് വെള്ളം തന്നെയല്ലേ വെള്ളത്തേക്ക് തെറിച്ച്. പക്ഷെ ഈ തെറിച്ച വെള്ളം നിറമുള്ളതോ മണമുള്ളതോ രുചിയുള്ളതോ ആയി നമ്മൾ സങ്കല്പിച്ചാൽ, ഇത്രയും വെള്ളം അതിലേക്ക് തെറിച്ചാൽ ഈ നിറം മാറാൻ അല്ലെങ്കിൽ വാസന മാറാൻ അല്ലെങ്കിൽ രുചി മാറാൻ കാരണമാകുന്ന അത്രയും തെറിച്ചെങ്കിലേ മുസ്തഅമലാവുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞ് കുറച്ചൊക്കെ തെറിച്ചാൽ അതുകൊണ്ട് എന്ത് വരൂല, വെള്ളം മുസ്തഅമലാവൂല. അപ്പൊ ബാക്കി ഭാഗത്തേക്ക് അത് ഉപയോഗിക്കാം. കൂടുതലായി തെറിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണം ഒരു 10 ബക്കറ്റ് 10 ലിറ്റർ ഉള്ള ഒരു വെള്ളത്തിലേക്ക് ഒരു 1/2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്ററൊക്കെയാണ് തെറിച്ചു വെള്ളം, എന്നാ അത് മുസ്തഅമലാവും. കാരണം അത്രയും സാധനം നിറമുള്ളതോ രുചിയുള്ളതോ മണമുള്ളതോ ആ ബക്കറ്റിലേക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നിറം കുറഞ്ഞ തോതിൽ എന്തെങ്കിലും മാറും, രുചി മാറും, വാസന മാറും. ഇത് എല്ലാം കൂടി മാറുന്ന ഏതെങ്കിലും ഒന്ന് മാറും. അതിനുള്ള അത്ര. അപ്പോ 1 ലിറ്ററോ 1/4 ലിറ്ററോ ഒക്കെ വരുന്നത് ഈ ബക്കറ്റിലേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മുസ്തഅമലാണ്. അതിന്റെ ബാക്കി ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റും. അതില്ല, 1 ഔൺസ് 2 ഔൺസ് അല്ലെങ്കിൽ 1 ഔൺസിന്റെ പകുതി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല, വെള്ളം മുസ്തഅമലാവില്ല. ഓക്കെ. എന്താ മൈക്കെടുക്കാതെ? വേഗം മൈക്കെടുക്കി. കാരണം ടൈമില്ല, ഇവിടെ ഉസ്താദിനും ടൈമില്ല, നമുക്കും ടൈമില്ല.
ഇപ്പൊ ഞാന് ഒരു ചോദ്യം കൂടി ഉസ്താദേ, ഒരു ആളയച്ചതാണ്. ഫർള് നിസ്കാരത്തിൽ നമുക്ക് എന്തോ ഒരു തെറ്റ് പറ്റി, അതിന് എന്താണ് പ്രതിവിധി എന്ന് അറിയില്ല. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? അറിയാത്തോണ്ട് ബാക്കി തുടരണോ, അതോ ആ നിസ്കാരം ഉപേക്ഷിച്ച് വേറെ നിസ്കരിക്കണോ എന്നാണ് ചോദിച്ചത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താപ്പാ ചോദിച്ചത് എന്നുള്ള കീശിരിക്കനെ മനസ്സിലായിടോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കതായി മനസ്സിലായിട്ടില്ല. ആദ്യം അയാളോട് എന്ത് പറയാം? നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് ഇന്നൊന്ന് പഠിക്കാൻ പറയാം. അതിന് തോനെ കിതാബ് ഓതണ്ട. ആ 3-ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ 4-ാം ക്ലാസ്സിലെ ഫിഖ്ഹിന്റെ കിതാബ് ഒന്ന് എടുത്തു നോക്കിയാല് അതീ കിട്ടും നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. അതിൽപ്പെട്ട വല്ല കാര്യവും ചെയ്താൽ രണ്ടാമത് മടക്കി നിസ്കരിക്കണം. അത് ഇങ്ങനെ നിസ്കാരം ബാത്തിലാവുന്ന ആ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാ പിന്നെ ചുരുങ്ങിയത് നിസ്കരിക്കുന്ന കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ട് ചോദിക്കാൻ വരും. അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ എന്ത് മറുപടി അപ്പൊ അതിന് പറയാ? എന്താണ് തെറ്റ്, എന്താണ് സംഭവിച്ച, ഇയാൾക്ക് എന്താ ഉണ്ടായതെന്ന് പറയാതെ എന്താ നമ്മൾ മസല പറയാ? കീശിരേജി ഒരു കാര്യം ചെയ്ത് എന്റെ അടുത്ത എവിടെയെങ്കിലും ഉള്ള ആളാണെങ്കിൽ 3-ാം ക്ലാസ്സിലൊരു ഫിഖ്, അറബി മലയാളിക്കാര് 3-ാം ക്ലാസ്സിലുള്ള ഒരു ഫിഖിന്റെ കിതാബ് വാങ്ങിയിട്ട് എന്റെ വക അയാൾക്ക് അയച്ചു കൊടുക്ക്. എന്നിട്ട് അതൊരു വട്ടം വായിക്കാൻ പറയും. എന്നാ നിസ്കാരത്തിൽ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെ പറയും. അല്ലാതെ ഒന്നും അറിയാത്തൊരു മുത്തലക്ക് ജാഹിലായ ഒരു മനുഷ്യനാണെങ്കിൽ പിന്നെ ഞാൻ അയാളോട് എന്ത് മസല പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, നമസ്കാരത്തില് നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരുന്നു. നമ്മൾ സുജൂദിൽ പോയി. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നടുവിലങ്ങിയതുപോലെ തോന്നി. അപ്പോൾ എഴുന്നേക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇമാമിന്റെ ഒപ്പം നിസ്കരിക്കുന്നത്. ഇനി അതെല്ലാം ഒറ്റക്കാണെങ്കിലും മസല എന്താണെന്ന് ഉസ്താദ് പറഞ്ഞു തന്നെ. അപ്പൊ എഴുന്നേക്കാതെ പിന്നെ ബാക്കിയുള്ള റക്അത്തുകൾ ആ ഇരുന്ന ഇരിപ്പിലിരുന്നിട്ട് തന്നെ നിസ്കരിച്ച് തീർക്കാമോ? അതേ നിസ്കരിച്ച് തീർത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ എഴുന്നേറ്റ് നിസ്കരിക്കാനാവുമ്പോ ഈ നിസ്കാരം മടക്കി നിസ്കരിക്കണോ എന്ന് ഉസ്താദ് പറയണം. പിന്നെ ഉസ്താദ് മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇന്നലെ മുതൽ. അപ്പൊ ഉസ്താദും മറ്റുള്ളവരൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ ആർക്കും മൈക്ക് കിട്ടുന്നില്ലേ? ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് ഡി സി അയക്കണോ? ഇൻഷാ അല്ലാഹ് ഉസ്താദ് കേൾക്കുന്ന ഉസ്താദ് ഡി സി ആണ് കേട്ടോ. കിഷോർ ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ട് കൈ റൈസന്റെ മൈക്ക്. മൈക്ക് പോയതെറ്റാണ്, ഡി സി ആയതൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും നീക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും റാഹത്തും നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ വന്ന വഴി ഏതാണെങ്കിലും അത് എളുപ്പത്തിനുള്ള സബബാക്കി അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. ഏത് തരത്തിലുള്ള കുടുംബത്തിലാവട്ടെ, സ്വത്തിലാവട്ടെ, നിയമപരമായ കാര്യങ്ങളിലാകട്ടെ, മറ്റെന്ത് പ്രയാസങ്ങളാണെങ്കിലും അല്ലാഹു തആല ഹബീബിന്റെ ഹക്ക് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീക്കുമാറാകട്ടെ, എല്ലാം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ 2 ദിവസം മുമ്പ് ജിയാദിൽ നിന്ന് ഒരു സഹോദരൻ പ്രത്യേകം വിളിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു വിഷമം, ഇഖാമ പുതുക്കാന് പറ്റാതെ ഫാമിലി സഹിതം 10-30 കൊല്ലായിട്ട് ഇവിടെ യാതിലുള്ള ആളാണ്. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ ഒരു ശിഷ്യനും കൂടിയാണ്, പൊന്മളക്കാരനുമാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും നീക്കി എളുപ്പവും സന്തോഷവും ഫത്ഹും നൽകുമാറാകട്ടെ. അതുപോലെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല നമുക്കൊക്കെ നീക്കി റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹു തആല അവന്റെ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ദുആ വസിയ്യത്ത് ചെയ്തവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷവും റാഹത്തും എളുപ്പവും നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ സുജൂദിലെത്തിയപ്പോൾ
അദ്ദേഹത്തിന് പിന്നെ രണ്ടാമത് നൃത്തത്തിലേക്ക് വരാൻ പറ്റാത്ത നിലക്കുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു, അനാരോഗ്യം ബാധിച്ചു. ഒരാൾ മെല്ലെ കൈകൊണ്ട് താങ്ങിയാൽ, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മെല്ലെ ചാരി നിന്നാൽ നിന്ന് പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതില്ലെങ്കിൽ ഇരുന്ന് പൂർത്തിയാക്കിയാൽ മതി, മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഈ ഉംറ ചെയ്യുമ്പോൾ ഒരു ഇഹ്റാം കിട്ടൽ കൊണ്ട് ഒന്ന് രണ്ട് ഇങ്ങനെ മുമ്പ് അല്ല ഒന്നോ രണ്ടോ അല്ല രണ്ടിലധികമോ ഉംറ ചെയ്യാമോ എന്നുള്ളതാണ് സർ ചോദ്യം. പിന്നെ തവാഫിന്റെ സമയത്ത് പെണ്ണുങ്ങൾ കയ്യിലേക്ക് വറയിടണോ, ഇട്ടാൽ ബുദ്ധിമുട്ടുന്നുണ്ടോയെന്നു. അതുപോലെ നിസ്കരിക്കുന്ന സമയത്തും കൈക്ക് വരയിടണം, കാൽക്കെല്ലാൽ വരടുന്നു, കൈക്കിടണം. ഒരു ഇഹ്റാം കൊണ്ട് ഒരു ഉംറ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഒരു യാത്രയിൽ ഒന്നിലധികം ഉംറ ചെയ്യാം, അത് വേറെ വിഷയം. ഒരിക്കൽ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്താൽ ആ ഇഹ്റാമിൽ ഉംറയുടെ തവാഫ് കഴിഞ്ഞ് സയ്യും കഴിഞ്ഞ് മുടിയെടുത്താൽ തഹല്ലുലായി. ഇനി രണ്ടാമത് മുടിയെടുത്തതിന് ശേഷം വേറെ ഹറമിന്റെ പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് രണ്ടാമത് വീണ്ടും ഇഹ്റാം ചെയ്ത് വന്ന് തവാഫും സയ്യും ചെയ്ത് മുടിയെടുത്ത് വീണ്ടും തഹല്ലുലാകാം. ഇനി വീണ്ടും ചെയ്യണമെങ്കിൽ വീണ്ടും ഹറമിന്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് രണ്ടാമത് ഇഹ്റാം ചെയ്ത് വന്ന് തവാഫും സയ്യും ചെയ്ത് മുടിയെടുക്കുക. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഒരു ഇഹ്റാം ചെയ്താൽ അതുകൊണ്ട് തവാഫിന്റെ ശേഷം സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം സയ്യും ചെയ്തിട്ട് മുടിയെടുത്ത് തഹല്ലുലായി പൂർത്തിയാക്കണം. ആ ഇഹ്റാം അതോടുകൂടി പൂർത്തിയായി. രണ്ടാമതൊരു ഉംറ ചെയ്യാൻ ആ ഇഹ്റാം പറ്റില്ല. രണ്ടാമത് ഉംറ ചെയ്യണമെങ്കിൽ രണ്ടാമത് മക്കത്തുനിന്ന് പുറത്തു പോകണം. ഹറമിന്റെ 4 അതിർത്തിയുണ്ട്. ആ അതിർത്തിന്റെ പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നീമിലോ ജെറാനയിലോ എവിടെയോ ഹറമല്ലാത്ത പുറത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇഹ്റാം ചെയ്ത് വന്നിട്ടേ രണ്ടാമത്തത് ചെയ്യാൻ പാടുള്ളൂ. റൂമെന്ന് പറ്റൂല എന്ന് ഈ പറയുന്ന ആരാണ് ഈ എഴുതി ചോദിക്കുന്നത്? എന്താ അവിടെ വിളിച്ചു ചോദിച്ചൂടെ ഞങ്ങൾക്ക്? ഒരു എളുപ്പപ്പണി ഈ അങ്ങനെ ഉണ്ടല്ലോ, ഒരു വൃത്തിയായിട്ട സ്വഭാവം. മൈക്കെടുത്ത് ചോദിക്കാൻ കഴിയാത്ത ചോദിക്കാൻ കഴിയുന്ന ആളോട് ആരോടെങ്കിലും ടെസ്റ്റ് അടിച്ച് ചോദിച്ചോളി. ഇവിടെ ഇങ്ങനെ പബ്ലിക്കിൽ അടിക്കണതിന് മറുപടി അറിയാൻ കുത്തിരിക്കല്ല പണി. പറയണ മലയാളം മനസ്സിലാണല്ലോ. ഹറമ് അറിയണ പള്ളി എന്നല്ല. ഹറമ് എന്ന് പറഞ്ഞാല് 4 അതിർത്തി ഉള്ളതാണ്. ഒരു ഭാഗത്ത് തന്നെയുമാണ്, ഒരു ഭാഗത്ത് ഷുമൈസിയാണ്, ഒരു ഭാഗത്ത് ഷറായിയാണ്. ഇങ്ങനെ 4 ഭാഗത്ത് പ്രത്യേകം അതിർത്തി ഉണ്ട്. ഹറമിന്റെ അതിർത്തി അടയാളം. അതിന്റെ പുറത്ത് പോകണം ഇഹ്റാം ചെയ്യണമെങ്കിൽ. ഹറമിന്റെ ഉള്ളിൽ നിന്ന് ഇഹ്റാം ചെയ്യാൻ പറ്റൂല. പുറമെ നിന്ന് ഇഹ്റാം ചെയ്ത് വന്നാൽ ഒരു ഉംറ പൂർത്തിയാക്കി കഴിഞ്ഞ് എന്നിട്ട് തവാഫും സയ്യും കഴിഞ്ഞ് മുടി മുറിച്ച് തഹല്ലുലാവണം. അല്ലാതെ വേറെ ഇഹ്റാം ചെയ്യാനും പറ്റൂല. മുടി മുറിച്ച് തഹല്ലുലായി തവാഫും സയ്യും കഴിഞ്ഞിട്ട് മുടി മുറിച്ച് തഹല്ലുലായതിന് ശേഷം ഇനി മറ്റൊരു ഉംറ ചെയ്യണമെങ്കിൽ രണ്ടാമത് വണ്ടി കയറി പോവുക ഹറമിന്റെ പുറത്തേക്ക്, എന്നിട്ട് അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് വന്നിട്ട് ചെയ്യണം. അല്ലാതെ ഒരു ഇഹ്റാമിൽ ഒരു ഉംറ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഉംറയുടെ തവാഫ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ കൈക്കുറ ഇടാൻ പാടില്ല, കാലിനുറ ഇടേണ്ടതാണ്. നിസ്കരിക്കുന്ന സമയത്ത് ഇഹ്റാമിലല്ലെങ്കിൽ കൈക്കുറ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാലിനുറ ഇടൽ വുജൂബാണ്. കൈക്ക് ഉറയിട്ടാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായതിന് ശേഷം മാത്രമേ കൈക്കുറ ഇടാൻ പാടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ വീട്ടില് പടിഞ്ഞാറിന് അഭിമുഖമായിട്ട് പിന്നെ ബാത്റൂം ഉണ്ടാക്കി. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? കിബിലക്കല്ല, പടിഞ്ഞാറിന് കിഴക്ക് അഭിമുഖമായിട്ടാണ് ഉണ്ടാക്കിയത്. അതിന് കുഴപ്പമുണ്ടോ? അത് മാറ്റേണ്ടതുണ്ടോ?
പടിഞ്ഞാറ് ഭാഗത്ത് ഖിബ്ലയുടെ ഭാഗമായതുകൊണ്ട് കാറ്റ് ശുദ്ധവായു കിട്ടേണ്ട ഭാഗമായതുകൊണ്ടും ബാത്റൂമിന്റെ ടാങ്ക്, അതുപോലെ തന്നെ അലക്കൽ തുടങ്ങിയ വൃത്തിഹീനമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അത് പക്ഷേ ഇസ്ലാമിന്റെ ഫിഖ്ഹിന്റെ ഭാഗമല്ല. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാലും ആദരവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാലും പടിഞ്ഞാറ് ഭാഗം വൃത്തിയായും ശുദ്ധിയായും നിൽക്കുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് വളരെ നല്ലതും ഗുണകരവുമാണ്. എന്നാൽ അങ്ങനെ ചെയ്താൽ ശറയിൽ അത് ഹറാമൊന്നുമല്ല. അസ്സലാമു അലൈക്കും ഉസ്താദേ, നമ്മൾ വുളു എടുക്കുമ്പോൾ ആദ്യം മുഖം കഴുകി, ആ മുഖം കഴുകിയ വെള്ളം നമ്മുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ ഒറ്റുണ്ട്. അപ്പം നമ്മൾ ഹൗലിൽ നിന്നൊക്കെ ആണെങ്കിൽ വുളു എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ വട്ടം മുഖം കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം കോരിയെടുക്കുമ്പോൾ ഈ ആദ്യം കഴുകിയ ആ വെള്ളം മുഖത്തുനിന്ന് ഒറ്റിയിട്ട് ഈ കോരിയ വെള്ളത്തിലേക്ക് ഒറ്റുന്നുണ്ട്. അങ്ങനെ ആ വെള്ളം കൊണ്ട് രണ്ടാമത്തെ വട്ടം മുഖം കഴുകിയാൽ ആ വെള്ളം മുസ്താമലാണോ? അതുപോലെ തന്നെ ആ രണ്ടാമട്ടം മുഖം കഴുകുന്നതിന്റെ സുന്നത്ത് നമുക്ക് കിട്ടുമോ? അസ്സലാമു അലൈക്കും. കുറച്ചു നേരത്തെ കുളിക്കുന്ന ആളോട് ഒരു മസല പറഞ്ഞിരുന്നല്ലോ, ബക്കറ്റിൽ നിന്ന് കുളിക്കുന്ന ആളോട്. അതെന്നെ ഇതിലും പറയാനുള്ളത്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെ പറഞ്ഞത് ബക്കറ്റിലാണ്, ഇവിടെ പറഞ്ഞത് കൈക്കുമ്പിളിൽ കോരിയ വെള്ളമാണെന്ന് മാത്രം. അതന്നെ. ഈ ഉറ്റുന്ന വെള്ളം ഒരു ചെറിയ തോതിൽ നിറമോ ഒരു മിതമായ രീതിയിലുള്ള നിറമോ മണമോ രുചിയോ ഉള്ളതായി സങ്കല്പിച്ചാൽ അത്രയും തുള്ളി ഈ കയ്യിൽ കോരിയ വെള്ളത്തിലേക്ക് ഉറ്റിയാൽ ആ വെള്ളത്തിന്റെ നിറം, മണം, രുചി എന്നിവ ഏതെങ്കിലും മാറാൻ മാത്രം ഉറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ആ വെള്ളം കൊണ്ട് കഴുകിയാൽ സുന്നത്ത് കിട്ടൂല. അതിന് മാത്രമില്ലെങ്കിൽ കിട്ടും. അതാണ് ഇതിന്റെ കണക്ക്. ഓരോരുത്തരും ഓരോന്നും വേറെ വേറെ ചോദിച്ചോളന്നില്ല. ഒരു മസാല സമാനമായതിലേക്കൊക്കെ ബാധകം തന്നെ. പകർച്ച വരിക, ഈ മുസ്താമലാകുക എന്ന് പറയുന്നതിന്റെ വിധി ഈ ഫർദിൽ ഉപയോഗിച്ച വെള്ളത്തിൽ നിന്ന് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലേക്ക് ഉറ്റുമ്പോൾ ഈ വെള്ളം, ഉറ്റിയ വെള്ളം ഏത് വെള്ളത്തിലേക്കാ ഉറ്റിയ വെച്ചാൽ അതിന്റെ നിറം, മണം, രുചി എന്നിവ മാറാൻ മാത്രമുണ്ടെങ്കിൽ മുസ്താമലാവും, ഇല്ലെങ്കിൽ മുസ്താമലാവില്ല. അത് കൊടുക്കുമ്പോഴാണെങ്കിലും അങ്ങനെ, കുളിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ഒക്കെയാണ്. ഫർദിൽ ഉപയോഗിച്ച വെള്ളത്തിൽ നിന്നും ശേഖരിക്കപ്പെട്ട 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലേക്ക് ഉറ്റിയാൽ ആ വെള്ളം മുസ്താമലാവണമെങ്കിൽ ഈ ഉറ്റിയ സാധനം നിറമോ മണമോ രുചിയോ ഉള്ള വസ്തുവായി സങ്കല്പിച്ചാൽ ആ പാത്രത്തിലുള്ള വെള്ളം അല്ലെങ്കിൽ ആ കയ്യിലുള്ള വെള്ളം നിറം മാറിയതായി അല്ലെങ്കിൽ മണം മാറിയതായി രുചി മാറിയതായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത്രമാത്രം ഉറ്റിയിട്ടുണ്ടെങ്കിൽ മുസ്താമലാവും, ഇല്ലെങ്കിൽ മുസ്താമലാവില്ല. ഉസ്താദ് ഇപ്പൊ ചോദിച്ച ആള് തന്നെയാണ്. ബാത്റൂം പടിഞ്ഞാറ് ഭാഗത്തല്ല ഉള്ളത്, അത് വീടിന്റെ അകത്താണ്, അതിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. പക്ഷെ അതിന്റെ ക്ലോസറ്റ് ആണ് പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്തേക്കായിട്ട് ഉള്ളത്. ക്ലോസറ്റ് അഥവാ പിന്നെ പടിഞ്ഞാർക്ക് മുന്നിട്ട് ഇരിക്കുന്നത് പോലെ ആയിരിക്കും. ക്ലോസറ്റ് ആണ് അങ്ങനെ വെച്ചിട്ടുള്ളൂ. ബാത്റൂം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ബാത്റൂമിന്റെ ഉള്ളില് ക്ലോസറ്റ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചു വെച്ചത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് അറിയേണ്ടത്. മൈക്ക് റിലീസ്. മറയില്ലാതെ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ആവുമ്പോഴാണ് ഹറാമാകുന്നത്. മറയുണ്ടെങ്കിൽ ഹറാമില്ല. കക്കൂസിന്റെ ഉള്ളിലാവുമ്പോൾ മറ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഹറാമില്ല. പക്ഷെ അഫ്ളല് ഖിബില കൊള്ളെ ആവാതിരിക്കൽ തന്നെയാണ് ഉത്തമം. എന്നാൽ ഖിബില കൊള്ളെ മുന്നിട്ടോ പിന്നിട്ടോ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യുന്ന അവസ്ഥ വരുന്ന നിലക്ക് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്നത് നല്ലതല്ല. എന്നാൽ ഹറാമില്ല, കാരണം മറന്റെ ഉള്ളിലായതുകൊണ്ട്. സോറി അത് പിന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സ്റ്റീരിയോ മിക്സിലേ ഉണ്ടായിരുന്നു, കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന ചോദ്യം, മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ഉംറ നേർച്ച നിയത്ത് ആക്കിയാൽ
അത് 2 പേർക്ക് കിട്ടുമോ അതോ ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യണോ എന്നാണ് ചോദിച്ചത്. ഞാൻ മൈക്ക് വിട്ടു. ഈ റെക്കോർഡ് ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അതാണ് പ്രശ്നം. ഇയാൾ എങ്ങനെയാണ് അയക്കും നെയ്യത്ത് ചെയ്തത് അത് എനിക്കറിയില്ല. അയാൾക്ക് തന്നെയല്ലേ അറിയുള്ളൂ, നമുക്കറിയോ? ഉമ്മാക്കും ബാപ്പാക്കും കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉംറ ചെയ്യാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അയാള് ഒരു ഉംറ ഫർളായ ഉംറ ചെയ്യും. അതിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാക്കും കൊടുക്കണം എന്ന നിലക്ക് നിങ്ങൾ നിയ്യത്ത് ചെയ്യുകയും അങ്ങനെ ദുആ ചെയ്യുകയും ചെയ്താൽ അതിന്റെ കൂലി കിട്ടും. അത് ഒരു ഖത്ത് ഓതിയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആദം നബി അലൈഹി സ്വലാം മുതൽക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ളവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മുതൽക്ക് ഉള്ളാത്ത പാപ്പ വരെയുമുള്ള എല്ലാ മഹാന്മാരുടെ മേലും അതിയാക്കണ്. എന്നേക്ക് നിങ്ങളൊരു ഉംറ ചെയ്തു അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ നേർച്ചയാക്കി, അതിന്റെ കൂലി ഇമ്മാക്കും ബാപ്പാക്കും എല്ലാം നാട്ടിലുള്ള എല്ലാ മോമിനിങ്ങൾക്കും ആക്കിയാലും ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് ഒരാൾക്ക് വേണ്ടി ഉംറ ചെയ്യുന്നത് അത് ഒരു ഉംറ ഒന്ന് തന്നെ പറ്റുള്ളൂ. 2 ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഉംറ ചെയ്യാൻ പറ്റൂല. 2 ആൾക്ക് വേണ്ടി 2 ഉംറ തന്നെ വേറെ വേറെ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഞാൻ ഒരു ചോദ്യം ഉസ്താദേ വന്നത്, ഈ മൂത്രോ അല്ലെങ്കിൽ അങ്ങനത്തെ അതുപോലുള്ള നജസോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ആയ ഭാഗം വൃത്തിയാക്കിയതിന് ശേഷം വാഷിംഗ് മെഷീനിൽ ഇടണോ? വാഷിംഗ് മെഷീൻ പോലത്തതിൽ അലക്കുന്ന സമയത്ത് അതല്ല പിന്നെ വാഷിംഗ് മെഷീനിൽ പോലുള്ളതിൽ ഇട്ട് അത് വൃത്തിയായതിനു ശേഷം കഴുകിയതിനു ശേഷം അതിന്റെ രുചിയിലോ മണത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും കുഴപ്പമൊന്നും മാറ്റങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ അത് ശുദ്ധിയാവുമോ എന്നതാണ് ഉസ്താദ് ചോദ്യം. ഒരു ചോദ്യം കൂടെ ഉണ്ട്. നമ്മൾ സാധാരണ കുളിക്കുന്ന രാവിലെയും വൈകുന്നേരമൊക്കെ കുളിക്കുന്ന കുളി അതുകൊണ്ട് വുളൂ കിട്ടുമോ? വുളൂവിന്റെ നിയത്ത് വെച്ചാൽ വുളൂവും കിട്ടുമോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് ഉസ്താദ്. ഇനി ആരും PM ചെയ്യരുത് എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് ഇസ്കാര് പഠിച്ചവനെ എനിക്കറിയില്ല. മൂത്രം മതി പോലെയുള്ള നീരായ നജസ് കൊണ്ട് മുത്തനജ്ജിസായ വസ്ത്രം നജസ് ഉണങ്ങിയതിന് ശേഷമാണെങ്കിൽ അതിമ്മക്ക് വെള്ളം 1 പ്രാവശ്യം പാർന്നാൽ തന്നെ ശുദ്ധിയാവും എന്നും 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലേക്ക് ഈ നജസായ വസ്ത്രം ഇട്ടാൽ ആ വസ്ത്രം ശുദ്ധിയാവില്ലെന്ന് മാത്രമല്ല വെള്ളവും അതൊക്കെ നജസാവും എന്ന് ഇന്നലെ ഓതിയല്ലോ നമ്മള്. അയന്നല്ലേ ഇപ്പൊ പറയുന്നത്. അലക്ക് മെഷീനിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നജസായ വസ്ത്രം അങ്ങോട്ട് ഇട്ടാൽ അലക്ക് മെഷീനും നജസായി, വെള്ളവും നജസായി, വസ്ത്രവും നജസായി, ആകെ നജസായി. അതേ സമയത്ത് ഇങ്ങനെയുള്ള വസ്ത്രം ആദ്യം അലക്ക് മെഷീനിൽ ഇടുകയും എന്നിട്ട് അതിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയോ ബക്കറ്റ് കൊണ്ടൊഴിക്കുകയോ ചെയ്യുകയോ ചെയ്താൽ മതി. എന്നാൽ ശുദ്ധിയാവും. പകർച്ചയിലേക്ക് സാധാരണ മൂത്രം പോലുള്ള ദിവസമൊന്നും ആയ പകർച്ചയൊന്നും വരൂലല്ലോ. അപ്പൊ വെള്ളം അങ്ങോട്ട് വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ 2 കൊല്ലത്തോ അതിൽ കൂടുതലോ വേണം. അതേ സമയത്ത് ഈ സാധനം ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുകയാണെങ്കിൽ 2 കൊല്ലത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ശുദ്ധിയാവും. അപ്പൊ അലക്ക് മെഷീനിൽ നജസായ വസ്ത്രം ഇടുകയാണെങ്കിൽ ആദ്യം വസ്ത്രം ഇടണം, എന്നിട്ട് ആ നജസായ അതിലേക്ക് വെള്ളം പാരിയാണ് വേണ്ടത്. അല്ലാതെ വെള്ളം ആദ്യം അതിൽ തുറന്നിട്ടിട്ട് അതിലേക്ക് നജസായ വസ്ത്രം ഇട്ടാൽ ആകെ മുത്തനജസായി പോവും. അസ്സലാമു അലൈക്കും. ഇരുന്ന് നിസ്കരിക്കാൻ ആ ഇരുത്തത്തിന്റെ രൂപം എങ്ങനെയാണ്? സ്റ്റൂള് കസേര പോലുള്ള മേൽ ഇരുന്ന് നിസ്കരിച്ചാൽ മതിയോ? ഞാൻ മൈക്ക് വെക്കുന്നു. അസ്സലാമു അലൈക്കും. ഇരുന്ന് നിസ്കരിക്കൽ ഏത് രീതിയിൽ ഇരുന്നാലും സഹിയാകുമെങ്കിലും സാധിക്കുമെങ്കിൽ സുന്നത്തായത്
ഇഫ്തിറാഷിന്റെ ഇരുത്തം, ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന ഇരുത്തത്തിന്റെ രൂപത്തിൽ ഇരുന്ന് നിസ്കരിക്കലാണ് സുന്നത്തായ രൂപം. ഇനി അത് കസാലയിലോ അതല്ലെങ്കിൽ സ്റ്റൂളിലോ ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നിർദ്ദേശമൊന്നും ഇസ്ലാമിലില്ല. അതൊക്കെ പുതിയ ഈ ആധുനിക യുഗത്തിൽ ഓരോരുത്തർ കൊണ്ടുവന്ന പരിഷ്കരണങ്ങളാ. അപ്പൊ കണ്ടില്ലേ, അറേബ്യൻ നാടുകളിൽ ഏതായാലും വ്യാപകമാണ്. നമ്മളെ നാട്ടിൽ വരെ പല പള്ളിയിലും ഇപ്പോൾ ഈ കസാല സംസ്കാരം വന്നു കഴിഞ്ഞു. അതൊന്നും പഴയ കാലത്ത് അയിമ്മത്ത് ഇമാമിങ്ങൾ പഠിപ്പിച്ച രീതിയല്ല, മറിച്ച് ഇസ്ലാമിൽ പഠിപ്പിച്ച രീതി ഈ നിൽക്കാൻ കഴിയാത്തവർ ഇരിക്കണം എന്ന് പറഞ്ഞ ആ ഇരുത്തം എന്ത് ചെയ്യാം, അത്തഹിയാത്തിന്റെ ഇരുത്തം പോലെ ഇരിക്കുക. ആദ്യത്തെ തയ്യാത്തിന്റെ ഇഫ്തറാഷിന്റെ ഇരുത്തം പോലെ ഇരിക്കലാണ് ഏറ്റവും നല്ലത്. അതിന് സാധിക്കാത്തവൻ അവസാനത്തെ തയ്യാത്തിന്റെ ഇരുത്തം തവറുക്കിന്റെ ഇരുത്തം പോലെ ഇരിക്കുക. അതിന് കഴിയാത്തവര് ചമ്മറം പടിഞ്ഞിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇരിക്കാൻ പറഞ്ഞത്. അതേ സമയത്ത് കസാല അല്ലെങ്കിൽ സ്റ്റൂള് പോലത്തെ പോലെ ഇരുന്നാൽ നിൽക്കാൻ കഴിയും, സുജൂദും റുക്കുവും ചെയ്യുന്നതിന് തടസ്സമുള്ളൂ. അതേ സമയത്ത് നിലത്തിരുന്നാൽ എഴുന്നേൽക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ സ്റ്റൂളോ കസാലയോ വെച്ചിട്ടിരിക്കാവുന്നതാണ്. അതില്ലാത്ത സാഹചര്യത്തിൽ സുന്നത്തായ രീതി അത്തഹിയാത്തിന്റെ ഇരുത്തം പോലെ ഇരിക്കുകയും എന്നിട്ട് റുക്കുവും സുജൂദും ചെയ്യാൻ പറ്റുമെങ്കിൽ ശരിയായ രീതിയിൽ റുക്കുവും സുജൂദും ചെയ്യുക. എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം കാൽമുട്ടിന്റെ മുൻവശത്തേക്ക് നേരിടുന്ന നിലക്ക് കുനിഞ്ഞാൽ തന്നെ ചുരുങ്ങിയ തോതിൽ ഫർളായ റുക്കുവ് വീടും. എന്നാൽ അല്പം നല്ലോണം ഉയർന്നു പൊങ്ങി സുജൂദിന്റെ സ്ഥാനത്തേക്ക് നെറ്റിത്തടം നേരിടുന്ന നിലക്ക് കുനിയാൻ കഴിയുമെങ്കിൽ അതാണ് ഇരുന്നസ്കരിക്കുന്നവരുടെ പൂർണ്ണമായ റുക്കുവിന്റെ രീതി. സുജൂദ് സാധാരണ പോലെയും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് സുന്നത്ത്. അത് ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ സ്റ്റൂളോ കസാലയോ വെച്ചിട്ട് ഇരിക്കുകയും ആവാം. എങ്ങനെ ഇരുന്നാലും ഇരുത്തം കൊണ്ട് നിസ്കാരം സഹിയാവും. പക്ഷേ ഉത്തമം ഏതാണ് എന്നതിലാണ് ഈ പറഞ്ഞ വ്യത്യാസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദേ, നമ്മുടെ നാട്ടിലെ ഈ ഒരു യത്തീംഖാനയുടെ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യത്തിലേക്കായിട്ട് ഇവിടെ ഒരാൾ വരികയും നമ്മളൊരാളെ സമീപിക്കുകയും ചെയ്തു. അപ്പൊ അയാൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന ഒരുപാട് കാശുണ്ട്. അപ്പൊ അദ്ദേഹം ഈ പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അഗതികളും എത്തീംകുട്ടികളും പഠിക്കുന്ന സ്ഥാപനമാണ്. അപ്പൊ ആ പൈസ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മറ്റുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ? അദ്ദേഹം തരാൻ തയ്യാറാണ്. അതാണ് എന്റെ ചോദ്യം. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എവിടുന്നെങ്കിലും പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനൊരു മാന്യം മര്യാദ മാനുണ്ട്. എപ്പോഴും നമ്മളെ ഇൽമിന്റെ മജ്ലിസും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനവുമായിട്ടൊക്കെ ബന്ധമുള്ള ഷാബിൻ ഖത്തറിനെ പോലുള്ള ആളുകൾ ചോദിക്കേണ്ട മസാല അല്ല അത്. പലിശ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള, അതിന് പറ്റുന്ന ആരെങ്കിലും ഫത്വ തരാൻ പറ്റുന്ന പോലെ നിങ്ങളെ പരിചയത്തിലുണ്ടെങ്കിൽ അവിടെ പോയി ചോദിച്ചോളി. അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. അതേ സമയത്ത് ചോദിച്ചൊന്നും ഒരു ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു ബധു സാധു എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതാണ് അതിന്റെ വിശദമായ മസാലകൾ. അത് ഇനി ഷാബിൻ ഖത്തറിന് പഠിക്കണമെങ്കിൽ സൈറ്റിൽ പോയാൽ കിട്ടും. ആവർത്തന വിരസത കൊണ്ടും വെറുതെ സമയം പാഴാക്കുന്നത് കൊണ്ടും അതിനി ആവർത്തിക്കാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ സൈറ്റിലുണ്ടാവും. അത്തരം 100 വട്ടെങ്കിലും പറഞ്ഞതുണ്ടാവും കുറച്ചു കാലം കൊണ്ട്. മനസ്സിലായില്ലേ? പിന്നെ പലിശ വാങ്ങാന്ന് ഫത്വ കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും പൈസമാരുണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കണോണ്ട് കുഴപ്പമില്ല. ഞാൻ അതിന്റെ ആളല്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ചോദ്യമല്ല, എന്റെ ഭാര്യക്ക് സുഖമില്ല, എല്ലാവരും ദുആ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും എല്ലാം മാറ്റാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. അർഹമുർ റഹീമായ റബ്ബേ, നീ ആ സഹോദരിക്ക് അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട സഹോദര സഹോദരിമാർക്കൊക്കെ നീ പൂർണ്ണമായ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നീ നിന്റെ ഹബീബ് മുഖേന ഞങ്ങളെ പഠിപ്പിച്ചതാണ് ഏതൊരു രോഗം ഈ ലോകത്ത് വരുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു മരുന്നും നീ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കും എന്ന്. അപ്പൊ അത് എവിടെയാണോ എങ്ങനെയാണോ അതിനുള്ള ശിഫ എങ്കിൽ ആ വഴി ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരികയും അത് മുഖേന ശിഫ എളുപ്പമാക്കി സലാമത്താക്കുകയും ചെയ്യണമേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉസ്താദെ, ഞാൻ മുമ്പ് ചോദിച്ചിരുന്നു, അന്ന് സമയക്കുറവ് കാരണം ഉസ്താദ് ചുരുക്കി പറഞ്ഞാണ്. അതായത് ഖബർ ജീവിതത്തെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. കാരണം ഖബറിലുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ ആ ഖബറിൽ നിന്നാണോ അതല്ല മറ്റെവിടെന്നെങ്കിലാണോ എന്നുള്ള ചോദ്യം. അതായത് ഖബറിൽ വെക്കാത്ത മയ്യത്തുകൾ ഒരുപാടുണ്ടല്ലോ, പ്രത്യേകിച്ച് മുസ്ലിം അല്ലാത്ത ആളുകളുടെ. അപ്പൊ അതെന്താണ്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഫിഖ്ഹിന്റെ ക്ലാസ്സാണ് ഇപ്പം നടക്കുന്നത്. മറ്റേത് ഇപ്പൊ നമ്മളെ അൻവർ അഹമ്മദിനെ പോലുള്ള ആളുകൾ ഇപ്പൊ എത്ര ഉണ്ട് ഞങ്ങൾ കരുതിയത്. ഓർക്ക് ഇപ്പൊ ഈ ആദർശ ചർച്ചക്ക് വേണ്ടിയിട്ട് എന്നാ നമ്മൾ ഫിഖ് പറയുന്നത് മുടങ്ങി കിട്ടുമോ ഇനി എന്നുള്ള നിലക്ക് ഒരു പലപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ട് നമ്മൾ അതിനുള്ള സമയത്ത് വരാൻ പറയാല എന്നതുപോലെ ഫിഖുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വിഷയമാണ് ഇപ്പൊ നിങ്ങൾ ആവർത്തിച്ച് വീണ്ടും ചോദിക്കുന്നത്. അത് വിശദീകരിച്ച് പറയാൻ പറ്റുന്ന ഒരു സമയം അല്ലല്ലോ ഇപ്പം. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? പരിമിതമായ കുറച്ച് സമയത്തിനിടയിൽ നിത്യജീവിതത്തിൽ അത്യാവശ്യമാവുന്ന ഫിഖ്ഹിയായ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖബർ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു കുയ്യുത്തിയിട്ട് ആ കുയ്യിന്റെ അടിയിൽ മയ്യത്ത് കൊണ്ടുപോയി വെച്ച് അതിന്റെ മോളെ മൂടുകല്ലിൽ വെച്ച് മണ്ണിട്ടെങ്കിലേ ഖബറാവൂന്നാണെങ്കിൽ അത് ശരിയല്ല. മറിച്ച് മരിച്ചതിന്റെ ശേഷം ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് രണ്ടാമത്തെ ഊത്ത് ഊതുന്നത് വരെ ഉള്ള സമയത്തിനാണ് ബർസഖിയായ ലോകം എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു പേരാണ് ഖബർ എന്ന്. അത് നിങ്ങൾ ഇന്ന് അന്ന് മുതൽ ഖബർ എന്ന് പറയേണ്ട ബർസഖ് എന്ന് പറഞ്ഞോളി. എന്ന് പറഞ്ഞാൽ ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുന്നതിനെ പറ്റിയിട്ട് ദുന്യാവ് എന്ന് പറയും. ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് സൂർ എന്ന കാലത്തിൽ ഊതുമ്പോൾ മരണപ്പെട്ടു പോയ സർവ്വ സൃഷ്ടികളും രണ്ടാമത് പുനഃസൃഷ്ടിക്കപ്പെടും, രണ്ടാമത് ജീവിച്ചു വരും. അവിടെ മുതൽ ആഖിറെന്നും പറയും. ഇസ്രാഫീൽ അലൈഹി സ്വലാമിന്റെ രണ്ടാമത്തെ ഊത്തിന്റെ മുമ്പ് മരിച്ചതിന് ശേഷമുള്ള സ്ഥലത്ത് ബർസഖ് എന്നാണ് ഖുർആൻ തന്നെ അതിനെപ്പറ്റി പറഞ്ഞത്. ഈ ബർസഖിയായ ലോകത്ത് ചോദ്യം ചെയ്യപ്പെടലും ചില ആളുകൾക്ക് സ്വർഗീയമായ സുഖം അനുഭവപ്പെടലും ചില ആളുകൾക്ക് നരകശിക്ഷ അനുഭവപ്പെടലുമുണ്ട്. അതിന് സ്ഥലകാല പരിമിതി അള്ളാഹുവിനില്ല. എവിടെ ഉള്ളവരും ഖബർ കുഴിച്ചിട്ടോലും നാക്കാലികൾ തിന്നുപോയോലും കടലിൽ മുങ്ങിപ്പോയവരും മത്സ്യങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞവരും തീയിലിട്ട് ചുട്ടവരും ഒക്കെ ബർസഖിയായ ലോകത്താണുള്ളത്. അത് മനസ്സിലാക്കിയാൽ മതി. ബർസഖിയായ ലോകം എന്ന് പറഞ്ഞാൽ മരിച്ചത് മുതൽക്ക് തുടങ്ങിയിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് ഊതുന്നത് വരെ ബർസഖാണ്. രണ്ടാമത്തെ ഊത്ത് ഊതിയാലാണ് ആഖിറത്തേക്ക് എത്തുന്നത്. ഈ ഇടവേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മലായിക്കത്ത് ചോദ്യം ചെയ്യും. നല്ല ആളുകൾക്ക് സ്വർഗീയമായ അവസ്ഥ കിട്ടും, അല്ലാത്തവർക്ക് നരകീയമായ അവസ്ഥ കിട്ടും. അതൊക്കെ ബർസഖിയായ ലോകത്ത് നടക്കും. അത് ജീവികളുടെ വയറ്റിലായാലും തീയിൽ ചുട്ടുകരിച്ച് കളഞ്ഞതായാലും വെള്ളത്തിൽ ചീഞ്ഞളിഞ്ഞു പോയതായാലും അല്ലാതെ കബറിൽ കുഴിച്ചിട്ടതായാലും അതൊന്നും അല്ലെങ്കിൽ വല്ല കുപ്പിച്ചില്ലിന്റെയും ഉള്ളില് കെമിക്കൽ ഉപയോഗിച്ച് സൂക്ഷിച്ചു വെച്ചാലും ഒക്കെ ബർസഖിയായ ലോകത്ത് തന്നെയാണുള്ളത്. ഈ ബർസഖിയായ ലോകത്ത് ചോദ്യം ചെയ്യലും രക്ഷാശിക്ഷയും നടക്കും. അത് ലോകം മറ്റൊന്നായതുകൊണ്ട് ഭൗതിക ലോകത്തിൽ നിന്ന് നോക്കിയാൽ നഗ്ന ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയില്ല എന്നതുപോലെ ലാബിൽ ടെസ്റ്റ് ചെയ്യാനും കഴിയില്ല. കാരണം ലാബിൽ ടെസ്റ്റ് ചെയ്ത് കാണുക, കണ്ണുകൊണ്ട് നോക്കി കാണുക എന്നതൊക്കെ ഭൗതിക ലോകത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഭൗതിക ലോകം വിടുകയും ആഖിറത്തിൽ എത്താതെ ബർസഖിയായ ലോകമായതുകൊണ്ട് ആ ലോകത്ത് നടക്കുന്നത് അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്ത് കൊണ്ടോ ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊണ്ടോ കാണാൻ പറ്റുകയുള്ളൂ.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുക എന്നത് ഗൈബിൽ വിശ്വസിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. അല്ലദീന യുമിനൂന ബിൽ ഗൈബി എന്നാണല്ലോ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പറഞ്ഞത്. ഈ ഗൈബി ആയതിൽപ്പെട്ടാണ് മരണാനന്തരമുള്ളതും പിന്നെ ഇസ്രാഫീൽ അലൈഹി സ്വലാമിന്റെ രണ്ടാമത്തെ ഊത്തിന് ശേഷമുള്ളതൊക്കെ ഗൈബിയായ ലോകത്തുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുക. അത് ജീവികളുടെ വയറ്റിലാണെങ്കിലും ചുട്ടുകരിച്ച് കളഞ്ഞതാണെങ്കിലും എവിടെയാണെങ്കിലും ബർസഖിയ ലോകമാണ്. അവിടെ ഇക്കാര്യങ്ങളൊക്കെ നടക്കും. ഉസ്താദേ, ഈ 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയുടെ മൂത്രം നജസാണോ? ഹലോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? അസ്സലാമലൈക്കും. ആദ്യത്തെ ആളുടെ സൗണ്ട് കേൾക്കായിട്ട് കട്ടായി പോയി തോന്നുന്നു. ഒരു മരണവാർത്ത പറയാനാണ് ഉസ്താദെ. തുഷാരഗിരി വാഹനാപകടത്തിൽ പരിക്കേറ്റ് ബേബി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന നെരുക്കുനി ബൈത്തുൽ ഇസ്സ ആർട്സ് ആൻഡ് കോളേജ് വിദ്യാർത്ഥി എളൈറ്റിൽ വട്ടോളി സ്വദേശി ഫാസിൽ 20, എളൈറ്റിൽ വട്ടോളി കുണ്ടങ്കര കുറുമ്പിലാക്കണ്ടി ചോലയിൽ SSFന്റെ സജീവ പ്രവർത്തകനാണ്. എന്റെ നാടിന്റെ അടുത്ത നാട്ടുകാരനാണ്. അപ്പോൾ ആൾക്ക് വേണ്ടി കഴിയുന്നവർ മയ്യത്ത് നിസ്കരിക്കണം, പ്രത്യേകം ദുആ ചെയ്യണം. രാത്രി അദ്ദാദിന്റെ ടൈമിലൊക്കെ ഞാൻ ഓൺലൈനിൽ ഉണ്ട്, ഞാൻ പറയും. ഓക്കെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആ കുട്ടിയുടെ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് പകരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആഫത്ത് അപകടങ്ങളിൽ നിന്നിട്ട് നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നേരത്തെ ചോദിച്ച ആ സഹോദര ശബ്ദം വളരെ കുറവായിരുന്നു, കുറേശ്ശെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വേണ്ടത്ര വ്യക്തമായിരുന്നില്ല. അദ്ദേഹം തന്നെ ഒന്നുകൂടി ശ്രദ്ധിച്ച് മൈക്ക് ഒന്ന് ശരിയാക്കിയാൽ അദ്ദേഹം രണ്ടാമത് വരാം. അത് കഴിയുന്നില്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മളെ KC പോലത്തെ ആർക്കെങ്കിലും PM വെച്ച് ചോദിച്ചാലും മതി എന്ന് ഉണർത്തുന്നു. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഒരു ചോദ്യം വന്നതാണ്. 12 വയസ്സായ കുട്ടി ഇമാം നിന്നാൽ നിസ്കാരം തുടരാൻ പറ്റുമോ? മൈക്ക് റിലീസ് ചെയ്യുന്നു. 12 വയസ്സായ കുട്ടി ഇമാമെന്നാ തുടരുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണം? കുട്ടിക്ക് തെറ്റില്ലാതെ ഫാത്തിഹ സൂറത്ത് ഓതാൻ അറിയുകയും നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ച് നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 7 വയസ്സ് പൂർത്തിയായി വകതിരിവെത്തിയ ഒരു കുട്ടി തന്നെയാണെങ്കിലും തുടരൽ സഹീഹാകും. പക്ഷേ പ്രായപൂർത്തിയെത്തിയ ആളുകൾ ഉണ്ടെങ്കിൽ ഇമാമ് നിൽക്കാൻ അവരാണ് നല്ലത്, മനസ്സിലായില്ലേ? പക്ഷേ തുടരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇത് വേണം, ഫാത്തിഹ സൂറത്ത് തെറ്റില്ലാതെ ഓതാൻ അറിയണം, നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും ബാത്തിലാവുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിസ്കരിക്കുന്ന കുട്ടിയാവണം. എന്നാൽ അവിടെ അങ്ങനെയുള്ള ഒരു ആൺകുട്ടിയെ തുടർന്ന് നിസ്കരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, സഹീഹാകും, ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടും, ഒക്കെ ചെയ്യും. എന്നാലും പ്രായപൂർത്തിയെത്തിയ ആളുകൾ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒരാള് അവന്റെ ഭാര്യ തലാക്ക് ഉദ്ദേശിക്കുന്നില്ല, ഉദ്ദേശത്തോടു കൂടി തലാക്ക് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ തലാക്ക് ചെല്ലുന്നത് പോലെ ഒരു എഴുത്ത് എഴുതിയിട്ട് ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തതിനെ ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തു. ഒരു വിവാഹമോചനത്തിലുള്ള പെൻഷന തുടങ്ങിയതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിവാഹമോചനം ചെയ്യുക അല്ലെങ്കിൽ തലാക്ക് ചെല്ലാനുള്ള ഉദ്ദേശമൊന്നുമില്ല. അങ്ങനെ ഒരു എഴുത്ത് എഴുതി അയച്ചാൽ അതുകൊണ്ട് തലാക്കാവുക എന്താണ് എന്റെ നിങ്ങളെ ചോദ്യം പോലെ തന്നെയാണ്
നിങ്ങളെ മൈക്കും. ശബ്ദം കുറവുണ്ട് എന്നല്ല, അതിന്റെ ഉള്ളിന്ന് എന്തോ ഒരു ജീവി ശബ്ദിക്കുന്നത് പോലെ ഒരു കരകര 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 കര ശബ്ദാണ് കാര്യമായിട്ട് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? വിഷയം അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റാത്ത ഏതോ ഒരു ബുദ്ധിക്ക് തകരാറുള്ളതോ അല്ലെങ്കിൽ മന്ദബുദ്ധിയോ ആയ ഏതെങ്കിലും ഒരു മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ സാധു ചോദിച്ചത്. അദ്ദേഹം ചെയ്തെന്നല്ല, ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്താൽ എന്നാണ് ചോദിക്കുന്നത്. എങ്കിൽ പോലും ഒരു താഴ്ന്ന സംഗതിയാണ്. പറഞ്ഞെന്താണെന്നറിയോ? പലരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം കേട്ടാ മനസ്സിലാണില്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ടൊരു ശബ്ദമാണ് ഉണ്ടായിന്. ഒരാള് തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുന്നതായി ഒരു കടലാസിൽ എഴുതി അയക്കുന്നു. ഭാര്യക്ക് അല്ലെങ്കിൽ അവന്റെ രക്ഷിതാവിന്, അതല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് എഴുതി അയക്കുന്നു. പക്ഷേ എഴുതിയപ്പോഴോ ഇത് അയച്ചപ്പോഴോ ഒന്നും അവളെ ത്വലാഖ് ചൊല്ലുന്നു എന്ന ഉദ്ദേശം ഇല്ല. പിന്നെന്തിനാണ് ഒരു മോമിനായ ഒരു മനുഷ്യ സ്ത്രീയെ മാനസികമായി ഇടിച്ചു തകർക്കുക, അവരുടെ കുടുംബത്തിന് ഷോക്കേൽപ്പിക്കുക എന്ന ദുരുദ്ദേശം മാത്രമേ ആ മാന്യ മഹാവ്യക്തിക്കുള്ളൂ? അങ്ങനെ ചെയ്താൽ ത്വലാഖ് പോകുമോ എന്നാ ചോദ്യം. ചെയ്തത് കടുത്ത അപരാധമാണ്, തെറ്റാണ്, പാടില്ലാത്തതാണ്. തന്റെ അമ്മോശൻ, ആ അളിയന്മാരെന്ന് പറഞ്ഞാൽ തന്റെ സഹോദരന്മാരാണ്. അവരെ, ആ കുടുംബത്തിനെ തീറ്റിക്കുക എന്ന ദുരുദ്ദേശം തന്റെ ജീവിതത്തിന്റെ അർദ്ധഭാഗമായ തന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവരെ തീറ്റിക്കുക എന്ന് പറയുന്ന ഈ മൃഗീയ വിനോദം, അത്രേ അയാൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തില്ല, എഴുതിയപ്പോ തലാഖ് ഉദ്ദേശിച്ചിട്ടില്ല, അയച്ചപ്പോഴും തലാഖ് ഉദ്ദേശിച്ചിട്ടില്ല. ഓലൊന്ന് ബേജാറാക്കുക, പേടിപ്പിക്കുക, വിഷമിപ്പിക്കുക എന്നേ ഉദ്ദേശമുള്ളൂ. എന്നാ തലാഖ് പോവോ? ചോദ്യം കേട്ട എന്ത് ലാഘവത്തോടു കൂടിയാണ് ചോദ്യം. ഈ അനങ്ങേനൊക്കെ ചെല്ലാനും പറയാനുള്ളതാണോ ഹബീബന്മാർ ഈ ത്വലാഖ് എന്ന് പറയുന്നത്? ഒരു മനുഷ്യന് വിവാഹം എന്ന് പറയുന്ന മഹത്തായ കർമ്മത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കയ്യിൽ അധികാരമേൽപ്പിച്ചു കൊടുത്ത കഠിനമായൊരു വജ്ര ആയുധമാണ് ത്വലാഖ് എന്നത്. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യ സാഹചര്യത്തിൽ നിശ്ചിത നിബന്ധനകളോടുകൂടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വജ്രായുധം. അത് ഒരു കളി തമാശക്ക് ഉപയോഗിക്കാൻ പാടുള്ളതോ വിനോദത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനും വിഷമിപ്പിക്കാനും ഉള്ളതോ അല്ല. കൂടാതെ കഴിയാത്ത ഉറക്ക ഗുളിക പോലെ, ഉറക്കില്ലാതെ വിഷമിച്ചാൽ ജീവിതം തന്നെ മടുത്തു പോകുന്ന ഒരു സമയത്ത് അനിവാര്യമായി വരുമ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു പൊട്ട് കഴിക്കലാണല്ലോ എന്നതുപോലെ ഉപയോഗിക്കാനുള്ളതാണ് ഈ ത്വലാഖ് എന്ന് പറയുന്നത്. അത് ഈ കളി തമാശക്ക് പറ്റുന്നതല്ല. ആ ചോദ്യം ആര് ചോദിക്കുകയാണെങ്കിലും അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ദേഷ്യം പിടിച്ചിട്ട് തലാഖ് ഇല്ല, തലാഖ് പോലാന്ന് പണ്ട് ഏതോ ഒരു ചങ്ങായി, മൻസിൽ വെച്ച് നടക്കുന്ന ഒരു ചങ്ങായി പണ്ട് 10 കൊടുത്തിനിയാണ്. ദേഷ്യം പിടിച്ചിട്ടല്ലാതെ സ്നേഹത്തിൽ ആരെങ്കിലും പെണ്ണുങ്ങളെ തലാഖില്ലോ എന്നതുപോലെ എന്തോ ഒരു ചോദ്യം. ഇനി അതൊക്കെ അത് പുറമുള്ള കാര്യം. ഇത്രയും പറഞ്ഞത് വിഷയത്തിന്റെ ഗൗരവം ഈ ചോദ്യകർത്താവ് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മറ്റ് ശ്രോതാക്കളും. എന്ന് മസല പറയാം. കടലാസിൽ എഴുതുന്നത് കിനായത്താണ്. കിനായത്ത് കൊണ്ട് ത്വലാഖ് പോകണമെങ്കിൽ നിയ്യത്ത് വേണം. അപ്പൊ ഇത് എഴുതിയ സമയത്തോ അയച്ചു കൊടുക്കുന്ന സമയത്തോ ഞാൻ എന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാനാണ് ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് എഴുതിയതെങ്കിൽ ത്വലാഖ് പോകും. ആ ഉദ്ദേശത്തിൽ എഴുതുകയോ എഴുതിയിട്ട് ആ ഉദ്ദേശത്തിൽ അയച്ചു കൊടുക്കുകയോ ചെയ്താൽ ത്വലാഖ് പോകും. ഉദ്ദേശം അതില്ല എങ്കിൽ അതുകൊണ്ട് ത്വലാഖ് പോകില്ല. അതിന് കാരണം ത്വലാഖിന് സ്വരീഹ് എന്നും കിനായത്ത് എന്നും 2 തരത്തിലുള്ള പദങ്ങളുണ്ട്. സ്വരീഹ് എന്ന വ്യക്തമായി
ഉപയോഗിക്കുന്ന ഖുർആനിലും മറ്റുമൊക്കെ വന്ന പദങ്ങൾക്ക് സമാനമായ അല്ലെങ്കിൽ അതിൽ നിന്നിട്ട് ഉത്ഭവിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന തൊലാഖ്, അത് നിയ്യത്ത് എന്തായാലും തൊലാഖ് പോകും. രണ്ടാമത്തത് കിനായത്ത്, തലാഖിനും അല്ലാത്തതിനും ഉപയോഗിക്കാൻ പറ്റുന്ന സൂചനാവാക്യങ്ങൾ, അത്തരം വാക്യങ്ങൾ കൊണ്ട് തൊലാഖ് പോകണമെങ്കിൽ നിയ്യത്ത് വേണം. എഴുത്ത് എന്നത് കിനായത്തിന്റെ സ്ഥാനത്താണ് എന്ന് മഹാന്മാരായ ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേവലം എഴുത്തുകൊണ്ട് മാത്രം തൊലാഖ് പോകില്ല, ആ എഴുത്തുകൊണ്ട് തൊലാഖ് ഉദ്ദേശം ഉണ്ടെങ്കിലേ തൊലാഖ് പോകുള്ളൂ. അതതിന്റെ മസല. ആദ്യം പറഞ്ഞത് വിഷയത്തിന്റെ ഗൗരവം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാതാപിതാക്കളുടെ സ്വത്ത് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഓഹരി വെക്കാൻ പറ്റുമോ? ചെറിയ തോതിൽ ഒന്ന് വിശദീകരിച്ചാലും ദുആവസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. മാതാപിതാക്കളുടെ സ്വത്ത് അവര് ജീവിച്ചിരിക്കുമ്പോ അവരുടെ ഉടമയല്ലേ. ഹലാലായ എന്ത് കാര്യവും ചെയ്യാൻ അവർക്ക് അനുവാദമുണ്ട്. മക്കൾക്കോ പേരമക്കൾക്കോ കുടുംബങ്ങൾക്കോ ഉമ്മിൻ ബാപ്പിൻ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സ്വത്തിൽ ഒരു നിലക്കുള്ള അവകാശവും ഉടമയും ഇല്ല. അതാണ് ഇതിന് കണക്ക്. അപ്പൊ ഇനി പറയാ, അപ്പൊ ഒരു വാപ്പ സ്വന്തം നിലക്ക് അല്ലെങ്കിൽ ഉമ്മ സ്വന്തം നിലക്ക് എന്തു ചെയ്യുന്നു? തന്റെ സ്വത്ത് തന്റെ മക്കൾക്ക് ബന്ധപ്പെട്ടവർക്ക് വീതിച്ച് സൗജന്യമായി കൊടുക്കുന്നു. അത് അനന്തരാവകാശമല്ല, അത് ഹിബത്താണ്. വേണമെങ്കിൽ കൊടുക്കാം, മരിക്കുന്നത് മുമ്പ് അങ്ങ് കൊടുത്തത് തിരിച്ചെടുക്കുകയും ചെയ്യാം. അത് ഉമ്മ വാപ്പമാർക്ക് മാത്രം പറ്റുന്നൊരു മസാലേ. അങ്ങനെ കൊടുക്ക, അത് അവരുടെ ഹിബത്താണ്, ദാനമാ. അനന്തരാവകാശികളാവുന്ന തന്റെ മക്കൾക്ക് ഉമ്മയെ ബാപ്പയെ ദാനം കൊടുത്താൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് വേണമെങ്കിൽ അവർക്കത് ഇങ്ങോട്ട് തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ സ്വത്തൊക്കെ വീതം വെച്ചു, ഇന്നത് ഇന്ന മകൻ എടുക്കണം, ഇന്നത് ഇന്ന മോൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം കൊടുത്തക്കല്ല. മരിച്ചതിന് ശേഷമാണെങ്കിലോ, മരിച്ചതിന് ശേഷമാണെങ്കിൽ ഇത് വസീയത്തിന്റെ വിധിയാണ്. വസീയത്തിന്റെ വിധിയാവുമ്പോ എന്താണ്? അനന്തരാവകാശികൾക്ക് വസീയത്ത് നിലനിൽക്കൂല എന്നാണ് നിയമം. അപ്പോ ഈ വാപ്പ അല്ലെങ്കിൽ ഈ ഉമ്മ മരിച്ചതിന് ശേഷം പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് മക്കൾക്കൊക്കെ എങ്കിൽ അവരെല്ലാവരും ഒരുമിച്ചുകൂടി അവരൊരു തീരുമാനമെടുത്തു. ബാപ്പ ഏതായാലും ഇങ്ങനെ പറഞ്ഞതല്ലേ, അതങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവരും സമ്മതിച്ചു. എന്നാ ഓക്കെ. അല്ല, അതിൽപ്പെട്ട ഒരു മകൻ പറയാണ് അത് പറ്റൂല, ബാപ്പുള്ള സമയത്ത് വാപ്പാന്റെ ജീവിതകാലത്താണ്, ബാപ്പ വസീയത്ത് ചെയ്ത് നമ്മൾ അനന്തരാവകാശികൾക്കുള്ള വസീയത്ത് നിലനിൽക്കൂല, അതുകൊണ്ട് അനന്തരാവകാശം എന്ന നിലയ്ക്ക് ഇപ്പോൾ പുതുതായിട്ട് രണ്ടാമത് ഓരി വെക്കണം എന്ന് പറഞ്ഞാൽ ഹലാസ് രണ്ടാമത് ഓരി വെക്കണം. അപ്പോ ജീവിതകാലത്ത് വാപ്പ അങ്ങനെ ചെയ്തത് മരിച്ചതിന് ശേഷം പിന്നീട് മക്കൾ ശരിവെച്ചാൽ ഓക്കെയാണ്, ഇല്ലെങ്കിൽ അത് നിലനിൽക്കൂല. കാരണം അനന്തരാവകാശികൾക്ക് വസീയത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അനന്തരാവകാശികളുടെ വസീയത്ത് നടക്കൂല. ഇതിലിപ്പോ ഏതാപ്പങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ പെടാന്ന് എനിക്കറിയില്ല. വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്തൊക്കെ ഓരി വെച്ച് എല്ലാവർക്കും കൊടുത്തിക്കുകയാണെങ്കിൽ അത് ദാനമാണ്, ഹിബത്താണ്, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അതെന്നെ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വേണമെങ്കിൽ എടുക്കാൻ ഇസ്ലാം ശരീഅത്തനുസരിച്ച് അധികാരമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് മൈക്ക് ചാടിനെ ക്ഷമിക്കണം, ഞാൻ ഈ ചോദ്യത്തിന് അനുബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് എന്റെ അടുത്ത് വരുന്നത്, അതിനെ കൊണ്ടാണ്. ഉസ്താദ്, പിന്നെ ബാപ്പന്റെ ജീവിതത്തിൽ തന്നെ ആ സ്വത്ത് മക്കളെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ ബാപ്പക്ക് തിരിച്ചെടുക്കാൻ അവകാശം ശരീഅത്തിന്റെ ഇതിലുണ്ടോ എന്നുള്ള ഒരു ചെറിയൊരു ഇതും കൂടി ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹബീബെ, രജിസ്റ്ററും ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? ഇസ്ലാമും രജിസ്റ്ററുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. അതിന് വെറുതെ ചോദിക്കേണ്ട ആവശ്യമില്ല. രജിസ്റ്റർ എന്ത്? കടലാസിൽ എഴുതുന്ന രേഖ നമ്മളെ ഗവൺമെന്റിന്റെ നിയമപ്രകാരം ഇസ്ലാമിൽ അതിനൊരു പ്രസക്തിയില്ല. ഇസ്ലാമിലെ പ്രസക്തി പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുക്കല്ലഫായ മനുഷ്യൻ
സ്വേഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ജീവിതത്തിൽ മക്കൾക്ക് ചെയ്താൽ അത് ഹിബത്താണ്, ദാനമാണ്. ഇഷ്ടദാനം തന്നെയാണ് അതിന് സാധാരണ നമ്മളെ ഇന്ത്യൻ നിയമപ്രകാരം പറയാം. അങ്ങനെ ഇഷ്ടദാനം ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ അദ്ദേഹത്തിന് തന്നെ തിരിച്ചെടുക്കാൻ ഇസ്ലാം ശരീഅത്തിൽ അധികാരമുണ്ട് എന്ന്. അതാ പറഞ്ഞേ, നിങ്ങൾ റൈസർ ആക്കിയാലും വേണ്ടിയില്ല, ആക്കിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, അതുമായിട്ട് ഇസ്ലാമിനൊരു ബന്ധമില്ല. ഇസ്ലാമിന്റെ ബന്ധം നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ബുദ്ധിയുടെ സമനില നിൽക്കുന്ന സമയത്ത് ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ മക്കൾക്ക് കൊടുക്കുന്നത് ഹിബത്താണ്, ദാനമാണ്. ആ ദാനം മരണം വരെ അങ്ങനെ നിന്നാ നിൽക്കും, പിന്നെ അവിടെ ഓർക്കും. മരിക്കുന്നതിന് മുമ്പ് ഏത് സമയത്ത് വേണമെങ്കിലും ആ വാപ്പാക്ക് ആ ഉമ്മാക്ക് അത് തിരിച്ചെടുക്കാൻ ഇസ്ലാം ശരീഅത്തനുസരിച്ച് അവകാശമുണ്ട്. ഒരു ചോദ്യം. ഒരാൾ 3 സുജൂദ് നിസ്കാരത്തിൽ ചെയ്തു കഴിഞ്ഞു, അയാൾക്ക് അത് ഓർമ്മ വന്നു, അതിന് സെവിന്റെ സുജൂദ് ചെയ്താൽ മതി, നിസ്കാരത്തിന് കുഴപ്പമൊന്നും വരില്ല എന്ന് അയാൾക്ക് അതുവരെ അറിയില്ല. നിസ്കാരത്തിൽ ആരോടും ചോദിക്കാനും പറ്റില്ലല്ലോ. ഇനി ആ നിസ്കാരം എന്ത് ചെയ്യണം എന്ന് ആശയക്കുഴപ്പത്തിലാണ് ഇദ്ദേഹം ഉള്ളത്. അതിനൊരു മറുപടി കിട്ടണം എന്നാണ് പറയുന്നത്. മൈക്ക് വിട്ടു. തിരക്കടിക്കല്ലോ. ഇപ്പോഴും നിസ്കാരത്തിൽ തന്നെ ശരിയേ 3 സുജൂദ് ചെയ്താണ്. സെവിന്റെ സുജൂദ് ചെയ്താൽ മതി എന്നുള്ളോട്ട് അയാൾക്ക് അറിയില്ല. ഇനിയിപ്പോ എന്താ കാട്ടുന്നത്? ഇപ്പൊ അയാളിപ്പോ ഇങ്ങനെ 3 സുജൂദ് ചെയ്തിട്ട് ഇടങ്ങേറായി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അയാൾക്ക് വേണ്ടി ഒരു ഷഫാഅത്ത് എന്നുള്ള ആൾക്ക് കീശിരി ചോദിച്ചാൽ അയാൾ ഇനി എന്താ വേണ്ടിയത്? അയാൾ വേണ്ടിയത് വേഗം 4 റക്അത്ത് പൂർത്തിയാക്കി ഒടൂലത്തയ്യാത്ത് ഓതി മസീദ് ദജ്ജാലി പറഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ പറഞ്ഞ് 2 സുജൂദ് ചെയ്ത് അതിന്റെ ഇടയിൽ ഒരു ഇരുത്തു ഇരുന്ന് എന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് 2 സലാം വിട്ടുക. അതാണ് അയാൾ മാണ്ടിയത്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിലോ അയാള് സാധാരണ പോലെ 3 സുജൂദ് ചെയ്ത് പിന്നെ അയാൾക്ക് ബോധ്യപ്പെട്ട് മറന്നാണ് ചെയ്തത്. സുജൂദ് ചെയ്യണം എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയില്ല. അല്ലെങ്കിൽ കേശരി അയാൾക്ക് അറിയും, ഇയാൾ ചെയ്തില്ല, എന്നാലും നിസ്കാരം ബാത്തിലാവുന്നില്ല. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം മറന്ന് ചെയ്താൽ സെഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അങ്ങനെ മസാല അറിയോ? മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവുന്ന ഒരു കാര്യം മറന്ന് ചെയ്താൽ സെഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതിൽ പെട്ടതാണ് 3 സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത്. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവും, മറന്ന് ചെയ്താൽ നിസ്കാരം ബാത്തിലാവില്ല. പിന്നെ അയാൾക്ക് എന്ത് ചെയ്യണം? സെഹ്വിന്റെ സുജൂദ് ചെയ്യണം. അത് ഫർളല്ല, സുന്നത്താ. അപ്പൊ സുജൂദ് ചെയ്താൽ നന്ന് ഈ വീഴ്ച പരിഹരിക്കപ്പെടും. സുജൂദ് ചെയ്തില്ല, എന്നാൽ ചെറിയൊരു വീഴ്ചയോടുകൂടി അയാൾ നിസ്കാരം സഹിയാകും, മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു കൊടുത്താൽ എന്നിട്ട് അയാൾ സലാം വീട്ടിക്കോട്ടെ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, പ്രസക്തമായൊരു ചോദ്യമല്ല. ഇന്നലത്തെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സംശയം തോന്നിയപ്പോൾ അത് ചോദിക്കാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ സമയം കിട്ടിയതുമില്ല. അത് ചോദിക്കാണ്. നജസ് വൃത്തിയാക്കുന്ന സമയത്ത് കാഷ്ടം പോലെയുള്ളതാണെങ്കിൽ നിറം അവശേഷിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് അവശേഷിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനോട് കൂടെ തന്നെ ഉസ്താദ് പറഞ്ഞു ആ നജസ് കള്ളാണെങ്കിൽ മണം അവശേഷിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കി പറയാണ്. അപ്പൊ ഈ കള്ള് ശുദ്ധി ആവൂല എന്ന് ചില പ്രസംഗങ്ങളിൽ കേൾക്കുന്നു. അപ്പോ കള്ളിന്റെ മണം അവശേഷിച്ചാൽ അത് സഹിയാവോ ഇല്ലേ എന്നുള്ളൊരു സംശയം വന്നതാണ്. നീട്ടി പരത്തി പറയുന്നില്ല, ഉസ്താദിന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിനൊന്ന് മറുപടി പറഞ്ഞാൽ റാഹത്തായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആർക്കിടില്ല, അത് കള്ളായാലും മലം ആയാലും ഒക്കെ ഒരു കണക്കാ. അതൊക്കെ അയിനു നജസാ. മനസ്സിലായില്ലേ? കാഷ്ടം ശുദ്ധിയാവോ? ശുദ്ധിയാവില്ലല്ലോ. കാഷ്ടം ആയ സ്ഥലാണ് ശുദ്ധിയാകുന്നത് എന്നതുപോലെ മദ്യം ശുദ്ധിയാവൂല. മദ്യം ആയ സ്ഥലമേ ശുദ്ധിയാവൂ. അത് സുഹൃത്ത് ഒന്നുകൂടി മനസ്സിലാക്കുക. ഐനുൻ നജസ് എന്ന് പറയുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ ആകെ 2 ശുദ്ധിയാവുള്ളൂ. ഒന്ന് മദ്യം സ്വയം സുർക്കയാവൽ കൊണ്ടും മറ്റൊന്ന് ശവത്തിന്റെ തോല് ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാവും.
ഈ രണ്ട് സാധനം മാത്രമേ നജസ് ശുദ്ധിയാവുള്ളൂ. ബാക്കിയുള്ള നജസ് എപ്പോഴും നജസ്സിനീക്കാരം. ഈ നജസ് ആയിട്ട് മുത്തനജിസായ വസ്തുവാണ്, അതിനെപ്പറ്റിയാ ചർച്ച. എന്ന് പറഞ്ഞാൽ ശരീരത്തിലോ വസ്ത്രത്തിലോ സ്ഥലത്തിലോ മലം, മൂത്രം, രക്തം തുടങ്ങിയ മദ്യം തുടങ്ങിയ നജസ്സുകൾ ആയാൽ ഈ വസ്തു മുത്തനജിസാവും. ഈ മുത്തനജിസായ വസ്തുവിനെ ശുദ്ധിയാക്കാനാണ് പറയുന്നത് തടി നീങ്ങണം. തടി നീങ്ങുക എന്ന് പറഞ്ഞാൽ തടി തൊടാൻ പറ്റണ തടിയുള്ളതാണെങ്കിൽ അത്, അതുപോലെ തന്നെ രുചിയുള്ളതാണെങ്കിൽ രുചി, നിറം, മണം എന്നിവ ഉള്ളതാണെങ്കിൽ അത് നീങ്ങണം. ഇതാണ് നിയമം. അപ്പോഴേ സാധനം നീങ്ങിയെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നന്നായി വെള്ളമൊഴിച്ച് ഒരച്ച് 3 പ്രാവശ്യം കഴുകിയിട്ടും പോകുന്നില്ലെങ്കിൽ രുചി ബാക്കിയായാൽ ശുദ്ധിയാവൂല. നിറം ബാക്കി മാത്രാണ് എന്നാൽ ശുദ്ധിയാണ്, അല്ലെങ്കിൽ വാസന മാത്രം ബാക്കിയാണ് എന്നാൽ ശുദ്ധിയാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. മദ്യത്തിന്റെ വാസന മാത്രം ബാക്കിയുണ്ട്, രുചി ബാക്കിയില്ല. അതുപോലെ തന്നെ നിറം ബാക്കിയില്ല, വാസന മാത്രം ബാക്കിയുണ്ട്. ഈ വാസന പോകാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്തിന്? വെള്ളമൊഴിച്ച് നന്നായി ഒരച്ച് 3 പ്രാവശ്യം കഴുകി, എന്നിട്ടും പോണില്ല. എന്നാൽ വാസന മാത്രം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ശുദ്ധിയാവും. നിറം മാത്രം നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, സാധനം രക്തത്തിനൊക്കെ നിറം പോലെ ശുദ്ധിയാവും എന്ന് പറഞ്ഞ് ഇത് നല്ലോണം മനസ്സിലാക്കാൻ. നജസല്ല ശുദ്ധിയാകുന്നത്, നജസായ സ്ഥലമാണ്. മനസ്സിലായില്ലേ? മലം ശുദ്ധിയാവൂല, മലം ആയ സ്ഥലമാണ് ശുദ്ധിയാകുന്നത്. മൂത്രം ശുദ്ധിയാവൂല, മൂത്രം ആയ സ്ഥലമാണ് അല്ലെങ്കിൽ വസ്തുവാണ് ശുദ്ധിയാകുന്നത്. മദ്യം ശുദ്ധിയാവൂല, മദ്യം പഴണ്ട ആയ സ്ഥലമാണ് ശുദ്ധിയാകുന്നത്. ആ ശുദ്ധിയാകാൻ ഈ നജസിന്റെ തടി നീങ്ങണം, നിറം, മണം, രുചി എന്നിവ 3 നീങ്ങണം. പക്ഷേ നിറം മാത്രം അല്ലെങ്കിൽ മണം മാത്രം നന്നായി വെള്ളമൊഴിച്ച് ഒരച്ച് കഴുകിയിട്ടും പോകുന്നില്ലെങ്കിൽ നിറം മാത്രം നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വാസന മാത്രം നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഈ വസ്തു ശുദ്ധിയാവും. അത് നല്ലോണം മനസ്സിലാക്കി കളി. നജസ് ഒറ്റൊന്നും ശുദ്ധിയാവില്ല. ആകെ ഏത് മാത്രമേ ഉള്ളൂ? കള്ള് സുർക്കിയായാൽ അത് ശുദ്ധിയായി, തോല് ഉറക്കിട്ടാൽ അതും ശുദ്ധിയായി. ബാക്കി എല്ലാ നജസ്സും കാലാകാലം നജസ് തന്നെയാണ്. പക്ഷെ നജസ് കൊണ്ട് മുത്തനജസായ സാധനത്തിന് ശുദ്ധിയാക്കുന്ന വസ്തുതയാണ് പറഞ്ഞത്. ഓക്കെ, ബാക്കിയുള്ളവർ മൈക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് നിർത്തുകയാണ്. ഇനി എത്ര സമയമുള്ളൂ? 2 ആളുടെ ഇനി ഒരാൾ പോയി, അയാൾ മൈക്ക് എടുക്കാൻ വന്നപ്പോൾ ചെയ്യാതായിരിക്കും. ഇനി ഒറ്റൊരാളുകൂടി ഉണ്ട്, അയാൾക്ക് മൈക്ക് എടുക്കണമെങ്കിൽ കിട്ടുമെങ്കിൽ പെട്ടെന്ന് എടുത്തോളി. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് നിർത്താൻ വാങ്ങി കൊടുക്കാനുണ്ട്. അസ്സലാമു അലൈക്കും. ഉമ്മയുടെ സ്വത്ത് 2 ആൺമക്കൾക്കും 2 പെൺമക്കൾക്കും ഓഹരി വെക്കുകയാണെങ്കിൽ അതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരൊക്കെയാണ് അവകാശികളുള്ളത് എന്നറിയാതെ എത്രയെന്ന് പറയാൻ കഴിയില്ല. വാപ്പാന്റെ സ്വത്താണെങ്കിലും ഉമ്മാന്റെ സ്വത്താണെങ്കിലും വീതം വെക്കുന്ന കാര്യത്തിൽ, മക്കൾക്ക് വീതം വെക്കുന്ന കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. വാപ്പാന്റെ സ്വത്ത് മക്കൾക്ക് എങ്ങനെയാണോ വീതം വെച്ച് കൊടുക്കേണ്ടത്, അതേ സെയിം നിയമം തന്നെയാണ് ഉമ്മാന്റെ സ്വത്ത് മക്കൾക്ക് ഒരിച്ചു കൊടുക്കുന്നതിലും. ആകെ ആരൊക്കെ അവകാശികളുണ്ട് എന്നറിഞ്ഞെങ്കിലേ എത്ര വീതം ഓരോരുത്തർക്കും ഉണ്ടാവും എന്ന് പറയാൻ കഴിയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വാപ്പ മരിച്ചപ്പോ 2 ആമക്കളും 2 പെമ്മക്കളും ഉണ്ട്. ആരില്ല? ഈ വാപ്പാന്റെ അമ്മയും ബാപ്പയും ഓലും ഇല്ല. ബാപ്പാക്ക് ഭാര്യ അഥവാ ഈ കുട്ടികളുടെ അമ്മയോ അല്ലാതെയോ ആയൊരു ഭാര്യയും ഇല്ല. ആകെ ഇവരുടെ അവകാശികളായി 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഉള്ളൂ. എന്നാൽ ലിസ്സക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ ഓരി വെക്കണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ 6 ആണായിട്ട് കൂട്ടും. പെൺകുട്ടികളെ ഓരോരുത്തരായിട്ടും ആൺകുട്ടികളെ 2 ആണായിട്ടും. അപ്പൊ 6 ഓരി വെച്ചിട്ട് 2 ഓരി ഒരു മകനും മറ്റൊരു 2 ഓരി ഒരു മകനും, ഒരു ഓരി ഒരു മകളും, ഒരു ഓരി ഒരു മകളും. അതേ നില തന്നെ വാപ്പാന്റെ സ്വത്ത് ഒരുക്കുന്ന അതേ നിയമം തന്നെയാണ് ഉമ്മാന്റെ സ്വത്ത് ഒരുക്കുന്നതിലും. യാതൊരു മാറ്റവും. അതായത് മകൾക്ക് കിട്ടുന്നതിന്റെ ഡബിള് മകന് കിട്ടണം, അല്ലെങ്കിൽ മകന് കിട്ടുന്നതിന്റെ പകുതിയാണ് മകൾക്ക് കിട്ടുക. അത് ഉമ്മാന്റെ സ്വത്ത് ഒരുക്കുമ്പോഴും അങ്ങനെ തന്നെ, വാപ്പാന്റെ സ്വത്ത് ഒരുക്കുമ്പോഴും അങ്ങനെ തന്നെ. അക്കാര്യത്തിൽ യാതൊരു മാറ്റവും. മറ്റവകാശികളുണ്ടെങ്കിൽ അവരുടെ അവകാശം കൂടി പോകുന്നു മാത്രം. ഓക്കെ, ഇനി എന്താ ശരിയാ കഴിഞ്ഞാണ്, മതിയാക്കുകയാണ്.
ഈ ശരി എന്തോ ഇനി ദ്വാരക്കാൻ പറയാനുള്ളത് ഈ കാര്യം മൈക്കെടുത്തിട്ട് ദ്വാരന്ന് മതിയാക്കാൻ സാവും. ഒരു ദ്വാന്റെ കാര്യം പറയുന്നതന്നെ ഉസ്താദെ, ഒരു സഹോദരൻ അയച്ചിട്ടുണ്ട്. എന്റെ ഒരു സുഹൃത്തിന്റെ സഹോദരിക്ക് സ്തനത്തിൽ 3 മുഴ ഉണ്ടായിട്ട് ഓപ്പറേഷൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ അയച്ചിട്ടുണ്ട്.